നമസ്തേ, ഞാൻ വീണ പ്രസാദ്. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഒട്ടും വൈകാതെ ആദ്യം പ്രധാന വാർത്തകൾ കണ്ടുവരാം. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിൽ. മഞ്ഞച്ചിലിയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കൻ കേരളത്തിൽ അടുത്ത 3 ദിവസം മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. വയനാട് ഉരുൾപൊട്ടൽ മേഖല ദേശീയ ദുരന്ത നിവാരണ സേന ഇന്നും സന്ദർശിക്കും. 31 വരെ സംഘം പരിശോധന തുടരും. കാലാവസ്ഥ അനുകൂലമായാൽ പ്രദേശത്ത് തിരച്ചിൽ തുടരും. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന്. താരസംഘടന അമ്മയ്ക്കുള്ളിൽ ഭിന്നിപ്പ് രൂക്ഷം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് പോലീസ്. ബീഹാറിലും വഖഫ് ബോർഡിന്റെ അതിക്രമം. 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ്. 30 ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വിരുദ്ധ കലാപം തുടരുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 73. പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലും ചാവേർ ആക്രമണം. നവകേരള ബസ് കട്ടപ്പുറത്തായിട്ട് 1 മാസം. അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ബസ് കോഴിക്കോട് വർക്ക്ഷോപ്പിൽ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വാർത്തകൾ ഒരുപാടുള്ള ദിവസമാണ്. പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. അതിന്മേലുള്ള പ്രതികരണങ്ങളും പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ കേസുകളും അന്വേഷണ സംഘം തുടങ്ങിയതൊക്കെ സജീവമായി നിൽക്കുമ്പോഴും മറ്റാരും എടുക്കാത്ത ചില വാർത്തകളുമായി ജനം TV എത്തുന്നു. അതാരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർ അത് ചൂണ്ടിക്കാണിക്കാറുമുണ്ട് അല്ലേ? വലിയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു പല വാർത്തകളും ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അങ്ങനെയല്ല, ജനം TV അങ്ങനെയല്ല. അപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് പോവാം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വിരുദ്ധ കലാപം തുടരുകയാണ്. ആക്രമണങ്ങളിൽ ഇതുവരെ 73 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലും ചാവേർ ആക്രമണം നടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളവും ബലൂച്ച് ലിബറേഷൻ ആർമിയും തമ്മിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് കലാപം. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ആദ്യം തന്നെ ഇതിന്റെ അപ്ഡേറ്റ്സ്, ഏറ്റവും പുതിയ സ്ഥിതി എന്താണ്, ഇത് പൊട്ടിപ്പുറപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത്, അതിനുശേഷം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം. ഏച്ചു വച്ച ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. പ്രദീപ് പിള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാൻ വിരുദ്ധ കലാപം രൂക്ഷമായിരിക്കുകയാണ്. ഇത് പതിറ്റാണ്ടുകളായി നടക്കുന്നതാണ്. നമുക്ക് അറിയാം അവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത്. ഇന്നലെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം പാകിസ്ഥാൻ്റെ ഒരു സൈനിക ക്യാമ്പിൽ ചാവേർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പാക് പട്ടാളം ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഒരു വനിതാ ചാവേറാണ് പാകിസ്ഥാൻ്റെ ബലൂച്ച് പ്രവിശ്യയിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പിൽ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചെക്കിംഗ് പോയിന്റുകൾ ഇവിടെയൊക്കെ ചേർന്ന് നടന്നിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമല്ല, ബലൂചിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ആക്രമണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ വിരുദ്ധ കലാപമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി ഈ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി വർഷങ്ങളായി തന്നെ പാക് സൈന്യത്തിനെതിരെ പോരാടുന്ന, അല്ലെങ്കിൽ പാക് പട്ടാളത്തിനെതിരെ വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടത്തുന്ന അവിടുത്തെ സംഘടനയാണ്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളവും ശക്തമായ രീതിയിൽ അവിടെ തിരിച്ചടി നൽകുന്നു. ഏതാണ്ട് 21 ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതിഭീകരമായ കലാപം കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ
പ്രവിശ്യയായിട്ടുള്ള ഈ ബലൂചിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. 73 എന്ന് പറയുന്നത് ഔദ്യോഗികമായ കണക്കാണ്. ഒരുപക്ഷെ അതിൽ കൂടുതലാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ ആവത്തില്ല. പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ, പ്രത്യേകിച്ച് BBC-യും അതോടൊപ്പം തന്നെ അൽ ജസീറ പോലെയുള്ള വാർത്താ ഏജൻസികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഏതാണ്ട് 100-ന് മുകളിലേക്ക് ഈ മരണസംഖ്യ എത്തി എന്നുള്ളതാണ്. അത്രത്തോളം വലിയ തോതിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലല്ല ആക്രമണം നടന്നിരിക്കുന്നത്. പട്ടാള ക്യാമ്പ്, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ഒപ്പം ഈ മറ്റു പ്രവിശ്യകളിൽ നിന്നും, പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും ബലൂജിലേക്ക് ധാരാളം തൊഴിലാളികളെ ഇപ്പോൾ എത്തിക്കുന്നുണ്ട് വിവിധ തൊഴിൽ പ്രവർത്തനങ്ങൾക്കായിട്ട്. അങ്ങനെ എത്തിക്കുന്ന തൊഴിലാളികൾക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഈ തൊഴിലാളികളാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയാണ്. പാകിസ്ഥാൻ വിവിധ വിഷയങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി, ഊർജ പ്രതിസന്ധി, ഒപ്പം രാഷ്ട്രീയ പ്രതിസന്ധി. ഇത് കൂടാതെ 5 തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് മേൽ ഉയർന്നു നിൽക്കുകയാണ്. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരാക്രമണങ്ങൾ. ഇത് കൂടാതെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രൊവിൻസും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും നൽകുന്ന, അതായത് ഓയിൽ, അതോടൊപ്പം കൽക്കരി, സ്വർണം, അങ്ങനെ ഏറ്റവും അധികം റിസോഴ്സസുകൾ ഉള്ള പ്രൊവിൻസ് കൂടിയാണ് ഈ പറയുന്ന ബലൂച്ച് പ്രവിശ്യ എന്നത്. ആ ബലൂച്ച് പ്രവിശ്യയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ കലാപം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഗൗതം, ഈ ഇറാനിലേക്ക് അടക്കമുള്ള റെയിൽവേ സംവിധാനമാകെ താറുമാറായിരിക്കുന്നതും ഒപ്പം ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും, അവിടെ ഈ സ്വർണ്ണഖനനമൊക്കെയുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാനിലെ ആ ഭാഗം ഇപ്പോൾ പ്രശ്നം. മറ്റൊരർത്ഥത്തിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് സൃഷ്ടിച്ച ഒരു ഇടനാഴിയിലേക്കാണ് ഇതിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ ആ രീതിയിൽ നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ചൈനയും പാക് സൈനിക മേധാവിയും തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇത് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളോ, അല്ലെങ്കിൽ ഇത് എനിക്കറിയില്ല, ഇത് പെട്ടെന്ന് നടക്കുന്നൊരു സാധ്യമാണോ? കാലങ്ങളായി തുടരുന്ന ഒരു പ്രശ്നവുമാണ്. ഇതിപ്പോൾ ഇത്ര ദിവസം കഴിയുകയും ചെയ്യുന്നു, കൂട്ടക്കുരുതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായും, ഗൗതം സൂചിപ്പിച്ചു, അത് സാമ്പത്തികമായും ബാധിക്കുക, ഒപ്പം നയതന്ത്ര തലത്തിലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇതിന് പരിഹാരമായി? വീണ, നയതന്ത്ര തലത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. കാരണം ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രദേശം തന്നെ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് പാകിസ്ഥാൻ്റെ ഭാഗമല്ല. ശരിക്കും വലിയൊരു ചതിയിലൂടെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണക്കാരനായ വ്യക്തികളിൽ ഒരാൾ, പല ആളുകൾ രാഷ്ട്രവിഭജനത്തിന് കാരണമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ, അല്ലെങ്കിൽ രാഷ്ട്രവിഭജനത്തിൻ്റെ വക്താവായി നാം പൊതുവെ വിശേഷിപ്പിക്കാറുള്ള മുഹമ്മദ് അലി ജിന്ന, ആ ജിന്നയ്ക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര നാട്ടുരാജ്യത്തെ പാകിസ്ഥാന്റെ ഭാഗമാക്കിയതിൽ, അതും ബോധപൂർവം അടിച്ചമർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഭാഗമാക്കിയതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ പതിറ്റാണ്ടുകളായി തന്നെ, ഏതാണ്ട് 940കളുടെ പകുതി മുതൽ തന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പാകിസ്ഥാൻ വിരുദ്ധമായ പ്രതിഷേധങ്ങളും പാകിസ്ഥാൻ വിരുദ്ധമായ സമരങ്ങളുമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ഈ സംഘടനയുടെ രൂപീകരണത്തിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രൊവിൻസിനെ, ഈ പ്രവിശ്യയെ സ്വതന്ത്രമാക്കുക, ഞങ്ങൾക്ക് സ്വതന്ത്രമാകണം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇവർ രൂപപ്പെട്ടതും, അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധമായ പ്രതിഷേധങ്ങൾ വർഷങ്ങളായി അവിടെ നടക്കുന്നതും. ഇപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുവാനുള്ള അടിസ്ഥാനപരമായ കാരണം നേരത്തെ വീണ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈന നടത്തുന്ന അനാവശ്യമായിട്ടുള്ള ഇടപെടലാണ്. ആ സ്ഥലത്ത് പാകിസ്ഥാൻ, തങ്ങൾ പാകിസ്ഥാനികളല്ല, തങ്ങളെ അടിച്ചമർത്തി അല്ലെങ്കിൽ ചതിയിലൂടെ പിടിച്ചെടുത്തതാണ് ഈ പ്രദേശം എന്ന വികാരം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വർഷങ്ങളായി നിലനിൽക്കുന്നു. അവരതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി, നമുക്കറിയാം, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി. ഈ അറേബ്യൻ രാജ്യങ്ങളുമായൊക്കെ ഉൾപ്പെടെയുള്ള അവരുടെ കച്ചവട താല്പര്യങ്ങൾ അത് കൃത്യമായി തന്നെ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ബീജിംഗ് വളരെ തന്ത്രപൂർവ്വമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന ഗ്വാഡർ തുറമുഖം വരുന്നത് ഈ ബലൂജ് പ്രവിശ്യയിലാണ്. സ്വാഭാവികമായും ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ വ്യാപകമായി തന്നെ എതിർക്കുന്നുണ്ട്. കാരണം ചൈന എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് കൃത്യമായി ബലൂജിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്കുമെല്ലാം കൃത്യമായ ബോധ്യമുണ്ട്. അതിനാൽ
ചൈന വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അടുത്തിടെ ബലൂചിസ്ഥാനിൽ നിരവധി ചൈനീസ് ആളുകളെ, അതായത് ചൈനക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഈ ബലൂചിസ്ഥാനിൽ എത്തുകയും അവിടെ മറ്റു പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചൈനീസ് പൗരന്മാരെ വ്യാപകമായി തന്നെ കൊല ചെയ്യുന്ന സംഭവം ബലൂചിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടേക്കുന്നതിൽ വലിയൊരു വിഭാഗം പഞ്ചാബിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അതായത് ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും പാകിസ്ഥാൻ ഈ ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചാബിലെ തൊഴിലാളികളെ ബലൂചിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നത്. അതിനാലാണ് ഈ പഞ്ചാബിൽ നിന്നുള്ള തൊഴിലാളികളെ ഈ ചെക്കിംഗ് പോയിന്റുകളിൽ തന്നെ തടഞ്ഞ് ഈ ബലൂചിസ്ഥാനിലെ ആളുകൾ ആക്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ ഇതിൽ ചൈന നടത്തുന്ന അനാവശ്യമായ ഇടപെടൽ, പ്രത്യേകിച്ച് ചൈനയുടെ കച്ചവട താല്പര്യം സാമ്പത്തിക ശക്തിയായി, ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതിൻ്റെ ഭാഗമാകുന്ന തുറമുഖം വരുന്നത് ഈ പറയുന്ന ബലൂജിലാണ്. മാത്രമല്ല, ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട റിസോഴ്സുകൾ മുഴുവൻ ചൈന പിടിച്ചെടുക്കുമോ എന്ന ഭയം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉൾപ്പെടെയുണ്ട്. അതിനാൽ ചൈന വിരുദ്ധമായി കൂടി നടക്കുന്ന കലാപമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനും വലിയ തലവേദനയായി മാറുന്നത്. ഗൗതം, ഇത് നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർക്കായിട്ട് ഇതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ചൈനയുടെ താല്പര്യം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇടനാഴി, അതിൻ്റെ പേരാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. അത് ചൈനയിലെ കാഷ്ഗറിൽ തുടങ്ങി ഇപ്പോൾ ഗൗതം ചൂണ്ടിക്കാട്ടിയ ഗ്വാഡർ തുറമുഖത്താണിത് അവസാനിക്കുന്നത്. ഗ്വാഡർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം, അതിൻ്റെ പുനരുദ്ധാരണവും നടത്തിപ്പും ഒരു ചൈനീസ് കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ് 40 വർഷത്തെ ലീസിൽ. ഈ ചൈനീസ് കമ്പനി ഏറ്റെടുക്കുമ്പോഴും പാകിസ്ഥാൻ പറയുന്നു ഇല്ല, ഇതൊരു വ്യാപാര തുറമുഖമായി തുടരും എന്ന്. അവിടെ വന്ന് വ്യാപാര തുറമുഖമായി മാത്രം ആ ഗ്വാഡറിനെയും ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും ഒന്നും രക്ഷിക്കാനുള്ള പുറപ്പാടല്ല ചൈനയുടേതെന്ന് വ്യക്തമാണ്. 2, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ നിർണായകമായ ഒരു തുറമുഖമാണ് ഈ ഗ്വാഡർ എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വരെ, ഭാരത വിഭജനം വരെ ഒമാന്റെ കീഴിലായിരുന്നു ഈ ഗ്വാഡർ തുറമുഖം. ഈ ഹോർമസ് സ്ട്രെയ്റ്റിന് സമീപം കിടക്കുന്ന ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ചൈനയുടെ ഉദ്ദേശം അവരുടെ കടൽപാത, അവരുടെ ഈ കപ്പൽ പാതയ്ക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുക. 2, അവിടെ നാവികസേനാ തുറമുഖമായി അല്ലെങ്കിൽ ഒരു നേവൽ ക്യാമ്പായി, നേവൽ ബേസായി അത് അധികം താമസിയാതെ മാറും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇവരാരും, ഇപ്പോൾ ചൈന പോലും അവിടെ ഈ പറയുന്ന മൈനിങ് അടക്കം, സ്വർണ്ണഖനികൾ അടക്കമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഊർജ മേഖലയിലൊക്കെ നിക്ഷേപിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ മേഖലയിൽ ഒരു നിർണായക, വളരെ തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അവിടെ ഒരു നേവൽ ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ഉദ്ദേശ്യം. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അവിടുത്തെ സ്വദേശികൾ, ഗൗതം പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിലും ഇറാനും പാകിസ്ഥാനുമായി ഭിന്നിച്ചു പോയിരിക്കുന്നു. ഒരു സ്വത്വമുള്ള, സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും സംസ്കാരവും ചരിത്രവും ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ 3ആയി വെട്ടിക്കേറിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ വിഭജനത്തിൻ്റെ, അവിടെ നടന്ന വിഭജനത്തിൻ്റെ അനന്തരഫലമാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ളവർ ഒരിക്കലും പാകിസ്ഥാനുമായി സമരസപ്പെട്ടിട്ടില്ല, അവർ പാകിസ്ഥാനായി മാറിയിട്ടില്ല, പാകിസ്ഥാൻ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം, അതിനിടയിൽ ഇത് അടിച്ചമർത്താനായി അവിടെയുള്ളവർ ഇങ്ങനെ അപ്രത്യക്ഷരാകുന്നു. ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അപ്രത്യക്ഷരാകുന്നു. അത് പരിശോധിക്കാൻ ഒരു സമിതി നിയോഗിച്ചു. സമിതി കണ്ടെത്തിയത് 2700ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നാണ്. അങ്ങനെയല്ല, ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ 7000 പേരെങ്കിലും കാണാതായിട്ടുണ്ട് എന്ന് ഈ ബലൂച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന സംഘടനയും പറയുന്നു, BYC. ഗൗതം, ഇത് പാകിസ്ഥാനും ചൈനയും മോഹിക്കുന്നത് പോലെ അത്ര പെട്ടെന്നങ്ങ് അടിച്ചമർത്താൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? മറ്റൊരർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയല്ലേ ബലൂച്ചിൽ നടക്കുന്നത്? പ്രദീപിള്ള, ഇതൊരു വിമോചന സമരമാണ്, സ്വാതന്ത്ര്യ സമരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തെ, അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ഉയരുന്ന ശബ്ദത്തെ അങ്ങനെ വളരെ വേഗത്തിൽ അടിച്ചമർത്താൻ കഴിയുന്നതല്ല എന്ന കൃത്യമായ സന്ദേശം ഒരിക്കൽ കൂടി നൽകുന്നതാണ് ഇന്നലെ അവിടെ നടന്നിരിക്കുന്ന സംഘർഷം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ബലൂചിസ്ഥാൻ വിമോചന നേതാവായ
അക്ബർ ബുക്തിയുടെ നവാബ് അക്ബർ ബുക്തിയുടെ 18ാമത് ചരമദിനമാണ്. അതായത് 2006-ലാണ് ഈ ബലൂചിസ്ഥാന്റെ വിമോചന നേതാക്കളിൽ ഒരാളായ അല്ലെങ്കിൽ ബലൂച്ച് പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, പാകിസ്ഥാനിൽ നിന്ന് മുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നവാബ് അക്ബർ, അദ്ദേഹത്തെ പാകിസ്ഥാൻ സൈന്യമാണ് കൊലപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത് ഈ നവാബ് അക്ബറിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഈ ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ നിന്നും വിമോചനമാക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിൻ്റെ ചരമദിനത്തിലാണ് ഇന്നലെ ഇപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഈ ബലൂചിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായും ഈ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയുന്നതല്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചൈന കച്ചവട താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇറാനും അല്ലെങ്കിൽ ഇറാനിനപ്പുറത്തേക്ക് കിടക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുമായി നിലവിൽ ഈ ഒരു കച്ചവടത്തിനായി അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും മറ്റുമായി ചൈനയ്ക്ക് വലിയ തോതിൽ കപ്പൽ മാർഗത്തിലുള്ള കച്ചവടത്തിനായി വലിയ തോതിൽ വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭൂമിശാസ്ത്രപരമായും നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ പ്രദേശങ്ങൾ കൈയടക്കുന്നതിലൂടെ, അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രദേശമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിലെ പാക് അധിനിവേശ ജമ്മു കാശ്മീർ, ഈ പ്രദേശങ്ങളെല്ലാം കൈക്കലാക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ ചൈനയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനും ഇറക്കുമതി ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കൊറിഡോർ സ്വാഭാവികമായും യാഥാർത്ഥ്യമാകും. അതാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ബീജിംഗിൽ നിന്നും തുടങ്ങി പിന്നീട് അത് ഈ POJK വഴി കടന്നുപോയി ഈ ഗ്വാഡർ തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു താല്പര്യം, അത് സ്വാഭാവികമായും ചൈനയെ സംബന്ധിച്ച് അവരുടെ വ്യവസായ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്. എന്നാൽ ബലൂചിസ്ഥാനിലെയും മറ്റും സാധാരണ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക എന്നത് അതിന് തങ്ങൾ എന്തിന് ബലിയാടാകണമെന്നുള്ളതാണ്. മാത്രമല്ല, ചൈന അനാവശ്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ള മറ്റു പല രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ പൊതുസമൂഹത്തിന്, രാജ്യങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിലുമുണ്ട്. ഉദാഹരണത്തിനായി ശ്രീലങ്കയെ സംബന്ധിച്ച് നമുക്കറിയാം, ഹമ്പൻതോട്ട തുറമുഖം ചൈന നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ചൈനയുടെ സഹായത്തിൽ എന്ന പേരിലാണ് ഒരു തുറമുഖം ശ്രീലങ്ക നിർമ്മിക്കാൻ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപത്തിനും ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായത് ഈ തുറമുഖ നിർമ്മാണവും അതോടൊപ്പം ചൈനയ്ക്ക് ആ തുറമുഖം ലീസിന് നൽകിയതുമൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ സമാനമായ രീതിയിലുള്ള ഒരു തുറമുഖം നിർമ്മിക്കുവാനുള്ള അനുമതി ബംഗ്ലാദേശ് ചൈനയ്ക്ക് നൽകുന്നു. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്ക് ഒരു സ്പേസ് നൽകിയ സർക്കാർ, അതായത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ തന്നെ ചൈന അവിടെ ആഭ്യന്തര കലാപം പാകിസ്ഥാനും ചൈനയും കൂടി സൃഷ്ടിക്കുകയും ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് തന്നെ ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി എത്തേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അപ്പോൾ ചൈന ഏതൊക്കെ ചെറു രാജ്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുവോ ആ രാജ്യങ്ങളുടെ എല്ലാം സ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം ഒരുപക്ഷെ ബലൂചിസ്ഥാനിലെ സംഘടനകൾക്കും അവിടുത്തെ ജനങ്ങൾക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചൈനയുടെ കച്ചവട താല്പര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അടിച്ചമർത്തലുകൾക്കും ഇനിയും ഞങ്ങൾ വിധേയരാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ബലൂചിസ്ഥാന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു കാലഘട്ടങ്ങളിലും അടിച്ചമർത്തുവാൻ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഒരു ചതിയിലൂടെ മുഹമ്മദ് അലി ജിന്നയും മറ്റും പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഇന്ന് പാകിസ്ഥാനിലെ 6 പ്രൊവിൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ, 6 പ്രവിശ്യകൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും അധികം ജനസംഖ്യയും ഏറ്റവും അധികം റിസോഴ്സസുകളും അതോടൊപ്പം തന്നെ ഏറ്റവും തന്ത്രപ്രധാനവുമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയാണ്. അത് വളരെ തന്ത്രപരമായി അന്ന് പിടിച്ചെടുത്തിരുന്നു. അന്ന് മുതൽ തന്നെ അവിടെ വലിയ തോതിലുള്ള വിമോചന സമരങ്ങൾ തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ ബലൂചിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ശരി ഗൗതം, ഈ തുടർന്നുള്ള ലൈവ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ പുത്തൻപുലരിയിൽ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ പുത്തൻപുലരിയിൽ തന്നെ ഇതിന്റെ മറ്റ് അപ്ഡേറ്റുകളുമായി ഗൗതമിനെ പ്രതീക്ഷിക്കുന്നു. ഗൗതം ദയവായി പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ പേരിലുള്ള അതിക്രമം ഇങ്ങ് തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമല്ല ബീഹാറിലും അരങ്ങേറുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതിലേക്ക് വേഗം വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വഖഫ് ബോർഡിന്റെ അതിക്രമത്തെക്കുറിച്ചാണ് നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചു വെച്ചത്. ബീഹാറിൽ നിന്നുള്ള വാർത്തയാണ്. 95% ഹിന്ദുക്കളുള്ള ഒരു ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ്. 30 ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് വഖഫ് ബോർഡ്.
ഗൗതം അനന്തനാരായണൻ വീണ്ടും ചേരുന്നു. ഗൗതം, വഖഫ് ഭേദഗതി നിയമം എന്തിന് എന്ന് ചോദിച്ചവർ, അതിനെ എതിർത്തവർ, അവരൊക്കെ ഇത് കാണുമല്ലോ. ഇത് ഭാരതത്തിൽ തന്നെയാണോ നടക്കുന്നത്? ഒരു ഗ്രാമം ഏറ്റെടുത്തിട്ട് ഇവിടെ നിന്ന് ഗ്രാമവാസികളോട് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുകയാണോ വഖഫ് ബോർഡ്? ഗൗതം, പ്രദീപുള്ള, ഈ വഖഫ് ഭേദഗതി നിയമം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നതിൻ്റെ മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണമായി ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമം മാറുകയാണ്. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ ഗ്രാമവാസികൾ തലയിൽ കൈവച്ചുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ദ്വാരകയിലുമൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ സുന്നി വഖഫ് ബോർഡ് ഈ ഗ്രാമത്തിനുമേൽ, ഈ ഗോവിന്ദ്പൂർ ഗ്രാമത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ വളരെ വിശാലമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതിൻ്റെ ജനസംഖ്യയും മറ്റും പരിശോധിക്കുമ്പോൾ 95% ഈ ഗ്രാമത്തിൽ ഹിന്ദുമത വിശ്വാസികളാണ്, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, അതായത് ഒരു ടിപ്പിക്കൽ ബീഹാറി ഹിന്ദു ഗ്രാമമാണ് ഈ ഗോവിന്ദ്പൂർ എന്ന് പറയുന്ന ഈ ഗ്രാമം. ആ ഗ്രാമത്തിന് മേലാണ് ഇപ്പോൾ സുന്നി വഖഫ് ബോർഡ്, ഇത് വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ള ഗ്രാമമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന് മാത്രമല്ല, വരുന്ന 30 ദിവസത്തിനകം മുഴുവൻ ഗ്രാമവാസികളും, പ്രത്യേകിച്ച് ഈ 95% വരുന്ന ഹിന്ദുക്കൾ ഈ ഗ്രാമം വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകണം എന്ന അന്ത്യശാസനം കൂടി നൽകിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ നിലവിലുള്ള വഖഫ് നിയമത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വഖഫ് ബോർഡിന് നൽകിയിരുന്ന അനാവശ്യമായ സ്വാധീനം, അത് നൽകുന്ന നിയമങ്ങളെ ഭേദഗതി ചെയ്യുവാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചത്. അതിനെതിരെ നമ്മുടെ രാജ്യത്തെ പല പ്രതിപക്ഷ പാർട്ടികളും വലിയ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും നടത്തി. പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും ഒക്കെയാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതേ തുടർന്ന് നിലവിൽ ആ ബില്ല് പാസ്സാക്കിയിരുന്നില്ല, മറിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് നിലവിൽ അയച്ചിരിക്കുകയാണ്. കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഈ ബില്ലിനുമേൽ ഉണ്ടാകുക. പക്ഷേ എന്തിനാണ് ഈ ബില്ല് എന്ന ചോദ്യത്തിനുള്ള മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണം നമുക്ക് മുന്നിൽ ഇപ്പോൾ ബീഹാറിലെ ഈ ഗോവിന്ദ്പൂർ ഗ്രാമം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് ആ നാട്ടിൽ മാത്രം ഉള്ളൊരു സംഭവമല്ല. നേരത്തെ പാലക്കാട് നിന്നും അരുൺ ഉൾപ്പെടെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ തമിഴ്നാട്ടിലെത്തി തിരുച്ചിറപ്പള്ളിയിൽ സംഭവിച്ച കാര്യത്തെപ്പറ്റി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിശദീകരിച്ചതാണ്. തിരുച്ചിറപ്പള്ളിയിലെ 1500 വർഷം പഴക്കം ചെല്ലുന്ന അതിപുരാതനമായ സുന്ദരേശ്വര ക്ഷേത്രത്തിനുമേൽ എങ്ങനെയാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്, അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയായ ദ്വാരകയിലെ ഒരു ദ്വീപിനുമേൽ എങ്ങനെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിലെ ഗോവിന്ദ്പൂർ എന്ന ഒരു ഹിന്ദു ഗ്രാമത്തിന് മേൽ 95% ഹിന്ദുമത വിശ്വാസികളുള്ള ഒരു ഗ്രാമത്തിൽ വർഷങ്ങളായി അവരവരുടെ പൈതൃകം ഏറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിനുമേൽ ഇപ്പോൾ ഈ മുസ്ലിം സംഘടന വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം, പക്ഷേ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലേ? അവിടെ സർക്കാരുകളില്ലേ, അധികൃതരില്ലേ? ഇത്തരം അന്ത്യശാസനം നൽകിയാൽ ഉടനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ വർഷങ്ങളായി താമസിക്കുന്ന ഇടത്തു നിന്ന് കഴിയുമോ? എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? വീണ, നിലവിൽ ഈ ഗ്രാമം വിട്ടുപോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗ്രാമവാസികളുള്ളത്. അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ നിലപാടുകൾ ഉണ്ടാകുന്നു. ഒപ്പം ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നമുക്കറിയാം NDAയുടെ സർക്കാർ തന്നെയാണ്. നിതീഷ് കുമാറാണ് അവിടെ ഭരണത്തിലുള്ളത്. പക്ഷേ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ NDAയുടെ സഖ്യകക്ഷിയാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊരു ശക്തമായ നിലപാട് പലപ്പോഴും നിതീഷ് എടുക്കാറില്ല. കാരണം നിതീഷിന് മുസ്ലിം വോട്ട് ബാങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പല ഘട്ടങ്ങളിലും നിതീഷ് കുമാർ NDA ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയതിൻ്റെ തന്നെ അടിസ്ഥാനപരമായ കാരണം ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം നിതീഷ് കുമാർ പലതവണ NDA ബന്ധം ഉപേക്ഷിച്ചിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ നിതീഷ് കുമാറിൻ്റെ സർക്കാരിനോട് വളരെയധികം അനുകൂലമായ നിലപാട് ബീഹാറിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഈ പ്രീണന രാഷ്ട്രീയം പല രീതിയിലും നിതീഷിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും ഈ ഗ്രാമവാസികൾക്ക് അവിടെ വിട്ടു പോകേണ്ടതില്ല. കാരണം ദേശീയ സംഘടനകൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ പലതും ഈ വിഷയം നിലവിൽ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയിൽ ഉടൻ തന്നെ ഒരു ഹർജി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വഖഫ് ബില്ല് നടപ്പാക്കാൻ പോകുന്നതിനാൽ വഖഫ് ബോർഡുകൾക്ക് പഴയ ഒരു ശൗര്യം ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നും വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം
വഖഫ് ബോർഡുകളുടെ വസ്തുവകകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ കഴിയുന്നതാണ് പുതിയ ബില്ല്. ആ ബില്ല് ഏത് വിധേനയും നടപ്പാക്കും എന്ന് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നായി മാറുക തീർച്ചയായും ഈ വഖഫ് ബോർഡുകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കുകയാകും. എന്തായാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാത്തു നിൽക്കുകയാണ്. ആ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ട് സഭകളിലും നമുക്കറിയാം, ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സാക്കുവാനുള്ള ശക്തി നിലവിൽ NDAയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ബിൽ പാസ്സാക്കുമെന്ന് ഉറപ്പാണ്. അതിനാൽ പഴയ രീതിയിലുള്ള ഒരു മസിലുപിടുത്തം വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഇനിയും നടക്കില്ല. അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നില്ല. അതിനാൽ ആ ഗ്രാമവാസികൾക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ ഗ്രാമം വിട്ട് പോകേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഇപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച വന്നതോടുകൂടി എങ്ങനെയാണ് വഖഫ് ബോർഡുകൾ അനാവശ്യമായ സ്വാധീനം ചെലുത്തുന്നത്, പാവപ്പെട്ട ആളുകളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിനെ പറ്റിയൊക്കെ സാധാരണ ജനങ്ങൾക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ടായി തുടങ്ങി. കാരണം അത്രത്തോളം വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കോടതികൾ ഈ വിഷയത്തിൽ കൂടുതൽ വിജിലൻ്റായി. അതിനാൽ ആ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് അവിടെ വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ ഗൗതം, ഇതിൽ ഏറെ രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് നിതീഷ് കുമാറിന് ഈ ഒരു പ്രത്യേകതരം മതേതരത്വത്തിൻ്റെ അസ്കിതയുണ്ടെങ്കിലും നാട്ടുകാർ ഗ്രാമവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവർ പറഞ്ഞത് ഒരു തുണ്ട് കടലാസ്, ഒരു രേഖ, ഒരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പട്ന ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ, അതായത് ഈ ഗ്രാമത്തിൻ്റെ ഉടമസ്ഥാവകാശമോ അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടി സ്വത്തുവകകൾ വഖഫ് ബോർഡിൻ്റെ പേരിലുണ്ടെന്നുള്ളതിന് ഒരു രേഖയും ഇല്ല, അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വ്യാജമായി ചമച്ചതോ അതല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ ഇത് നമ്മുടെ ഭൂമിയാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ഇല്ലാത്ത ഒരു ക്ലെയിം, ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടാണ് ഒരു ഗ്രാമത്തിനെ ഒന്നാകെ ആട്ടിയിറക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു നിയമത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടുകാരുടെ പ്രതീക്ഷ. ഗൗതം, പ്രദീപ്, ഇപ്പോൾ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയുടെ തീരുമാനത്തിൽ തന്നെയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി ഉടൻ തന്നെ നൽകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ ഈ ദ്വാരകയെ പറ്റി നമ്മൾ പരാമർശിച്ചിരുന്നു. നമുക്കറിയാം, ദ്വാരക ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയായി കണക്കാക്കപ്പെടുന്ന പ്രദേശമാണ്. അവിടുത്തെ ഒരു ദ്വീപിനുമേൽ വളരെ വിചിത്രമായി ഒരു ഘട്ടത്തിൽ ഗുജറാത്തിലെ സുന്നി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി ഇത് തള്ളുകയാണ് ഉണ്ടായത്. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അവകാശവാദം എന്ന രീതിയിലുള്ള ചോദ്യം ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അന്ന് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെയും കോടതികൾ വഖഫ് ബോർഡിന് അനുകൂലമായി വരുന്നില്ല. കാരണം കോടതി വ്യവഹാരത്തിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായ തെളിവുകൾ നൽകുവാൻ വഖഫ് ബോർഡുകൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദഗതികളാണ്. വളരെ സാധാരണ നിലയിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് കൃത്യമായ രേഖകളൊന്നും തന്നെ ഇല്ലാതെ ഇത് മുൻപ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ ഇത് വഖഫിന് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും അവർക്കുമേൽ വലിയ തോതിലുള്ള അനീതി നടപ്പാക്കുവാനും ഈ വഖഫ് നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിൽ വഖഫ് ബോർഡുകൾ നടത്തുകയും അനധികൃതമായ ഭൂമി ധാരാളം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ നിർണായകമായ ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നിയമമന്ത്രി കിരൺ റിജിജു നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ഭൂമാഫിയകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ബില്ല് നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡുകൾ ഏതാണ്ട് 9 കോടി ഏക്കർ സ്ഥലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഭൂമി കൃത്യമായി തന്നെ ഭൂമാഫിയകളുടെ കൈകളിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കച്ചവട താല്പര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് കിരൺ റിജിജു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലോക്സഭയിൽ ഈ നിർണായകമായ ബില്ല് അവതരിപ്പിച്ചത്. സ്വാഭാവികമായും എന്തിന് ഈ ബില്ല് ആവശ്യമാകുന്നു, അല്ലെങ്കിൽ ഈ ബില്ലിന്റെ പ്രസക്തി എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഗോവിന്ദ്പൂർ എന്ന ബീഹാറിലെ ഈ ഗ്രാമം എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മോടൊപ്പം ഉണ്ട് കേട്ടോ. പേരുകൾ നമ്മൾ വായിക്കാതെ പോരുത്. ഒട്ടേറെ കമന്റ്സ് വരുന്നുണ്ട്. അതിൽ ശ്രദ്ധേയം PRP കുറുപ്പ് സാറിൻ്റെതാണ്. നമ്മൾ ബലൂച്ച് വാർത്ത എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് വിട്ടുപോയതാണ്. ഒട്ടേറെ ബലൂചിസ്ഥാനികൾ ഒമാനിൽ ജോലി ചെയ്യുന്നുണ്ട്, അതും ഉന്നത തസ്തികകളിൽ. ഇവർക്കൊക്കെ ഹിന്ദിയും അറബിയും നന്നായി സംസാരിക്കാൻ അറിയാം എന്നും ഒമാന്റെ ഭാഗമായിരുന്നു ഈ ഗ്വാഡർ തുറമുഖം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായാലും
ഇനിയിപ്പോൾ നന്ദനാർ ആവശ്യപ്പെട്ട യോഗയിലേക്ക് ഒന്ന് പോയി കളയാം. യോഗ സമസ്ത ഇന്ന് ജാനു ശീർഷാസനമാണ്. അവതരണം ഡോക്ടർ വസുന്ധര VR. നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനം. നമ്മളുടെ കാല് നീട്ടി വെച്ചുള്ള ആസനങ്ങളുടെ സീരീസിൻ്റെ ഫസ്റ്റ് ആസനം എന്ന് വേണമെങ്കിൽ നമുക്ക് ജാനു ശീർഷാസനത്തിനെ പറയാം. ജാനു എന്നാൽ മുട്ട്, ശീർഷം എന്നാൽ നെറ്റി. നെറ്റി കൊണ്ട് മുട്ടയെ തൊടിയിക്കുന്ന ആസനമാണ് ജാനു ശീർഷാസനം. ഫൈനൽ പോസിൽ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ആസനം നമുക്ക് ചെയ്യുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നട്ടലിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അതായത് ഒരു ട്രാക്ഷൻ ഇഫക്റ്റ് നമുക്ക് ജാനു ശീർഷാസനത്തിൽ കൂടെ കിട്ടും. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണ്. കാരണം നമ്മൾ രണ്ട് കാലും നീട്ടി വെച്ചല്ല ചെയ്യുന്ന, ഒരു കാല് മാത്രമേ നീട്ടി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു വയറൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ രണ്ട് കാലും നീട്ടി വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ സ്ട്രെയിനോ ജാനു ശീർഷാസനത്തിനില്ല. അതുപോലെ പശ്ചിമോത്താസനയുടെ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ജാനു ശീർഷാസനത്തിനെ പറയാം. ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികൾ, നട്ടലിന് തേയ്മാനമോ അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്കോ ഉള്ള വ്യക്തികൾ ഇത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വയറിന് സർജറി ചെയ്തവർ, അംബ്ലിക്കൽ ഹെർണിയ എന്നുള്ളവർ ഇത് ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഈ ജാനു ശീർഷാസനയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ മുട്ടുവേദനയ്ക്ക് വളരെ ഉചിതമായിട്ടുള്ളൊരു ആസനമാണ് ജാനു ശീർഷാസനം. മുട്ടുവേദന ഉള്ളവർ ഇതെങ്ങനെ ചെയ്യണമെന്നും കൂടി ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാലുകൾ പതുക്കെ നീട്ടി വയ്ക്കുക. ഒന്ന് അലൈൻമെൻറ്റിൽ ഇരുന്നതിന് ശേഷം നമ്മളുടെ വലത്തെ കാൽമുട്ട് മടക്കി ഇടത്തെ തൊടയുടെ സൈഡിലായിട്ട് വെക്കണം. ഉള്ളിൽ വെക്കരുത്, സൈഡിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ പൊസിഷൻ ചേഞ്ച് ആയി അല്ലേ. കാല് ഒരു സൈഡിലോട്ട് പോയി, ഇടുപ്പ് അലൈൻമെൻറ്റ് മാറി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരീരം നേരെ ആക്കുക. അതുപോലെ കാലിനെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഇനി കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കാലിവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ലെവൽ വിട്ട് ഈ കാലിങ്ങോട്ട് വരത്തുമില്ല. കൈ ഇൻ്റർലോക്ക് ചെയ്ത് വളരെ പതുക്കെ കൈ മേലോട്ട് ഉയർത്തി പതുക്കെ കൈ താഴ്ത്തി ഒന്ന് പാദത്തെ പിടിക്കുക. ഇപ്പോൾ പാദത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി കൈയിൻ്റെ മുട്ട് രണ്ടും രണ്ട് വശത്തോട്ട് ബെൻഡ് ചെയ്യുക. ഹിപ്പ് പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ആകും. എന്നിട്ട് നേരെ നെറ്റി താഴ്ത്തി മുട്ടയെ തൊടാനായിട്ട് ശ്രമിക്കുക. കൈയിൻ്റെ മുട്ട് ചേർത്ത് കൊണ്ടുവരാം. റിലീസ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ തല പതുക്കെ സ്ട്രെയിറ്റ് ചെയ്യുക. കൈമുട്ട് വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്ത് വളരെ സാവധാനത്തിൽ കൈ മേലോട്ട് കൊണ്ടുവന്ന് പതുക്കെ കൈ രണ്ട് വശത്തായിട്ട് റിലീസ് ചെയ്യുക. ഇതാണ് നമ്മൾ ജാനു ശീർഷാസനം സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇനി മുട്ടുവേദന ഉള്ളവർ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നെറ്റി എവിടെയാണ് തൊടിയിച്ചത്? മുട്ടിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ മുട്ടുവേദന ഉള്ളവർ നമ്മളുടെ ശിരസ് അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടിൻ്റെ അടിഭാഗം നന്നായിട്ട് പിടിക്കും. ഒരു 5 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ മുട്ടുവേദന ഉള്ളവർക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് കൈ മേലോട്ട് ഉയർത്തേണ്ട ആവശ്യമില്ല. കൈ ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് നീട്ടി നിങ്ങളെ പാദത്തെ പിടിക്കുക. പിടിച്ചല്ലോ. ഇനി പതുക്കെ കൈയിൻ്റെ മുട്ട് താഴോട്ട് ബെൻഡ് ചെയ്ത് ബോഡി കാലിൽ നിന്ന് മാറി ഈ നടുക്കുള്ള സ്പേസിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ തല താഴ്ത്തുക. 5 സെക്കൻഡിന് ശേഷം ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇനി ബോഡീനെ എന്തെന്ന് കാലിൻ്റെ ഇപ്പുറത്തെ വശത്തോട്ട് നമ്മൾ കൊണ്ടുപോകും. നിവരുക. കൈ പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിവർന്ന് ഇരിക്കുക. നമുക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കാം. കാലുകൾ നീട്ടി വെച്ച് കൈ പുറകിൽ വെച്ച് കണ്ണടച്ചൊന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇടത്തേക്കാലും വലത്തേക്കാലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും. കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് വരാം.
ഇപ്പോൾ നമ്മളുടെ ഇടത്തെ വശമാണ് ചെയ്തത്, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വലത്തെ വശവും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ജാനു ശീർഷാസനമാണ് ചെയ്തത് അല്ലേ. നോർമലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റെഗുലറായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും മുട്ടുവേദനയ്ക്ക് നമ്മൾ എന്ത് വേരിയേഷനാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ റെഗുലറായിട്ട് ചെയ്യുക. ഇനി ഞാൻ ചെയ്തതുപോലെ മാക്സിമം ഫ്രണ്ടിലോട്ട് കുനിയാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം ബെൻഡ് ചെയ്താൽ മതി. ഞാൻ പാദത്തിൽ പിടിച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ പാദത്തിൽ കൈ എത്തണം എന്നുമില്ല. എവിടെയാണോ കൈ എത്തുന്നത് അവിടെ പിടിക്കുക. ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, കൈയിൻ്റെ മുട്ട് ബെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരീരം സ്വാഭാവികമായിട്ട് മുന്നിലോട്ട് വന്നോളും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഗുണങ്ങളും ഇതാരൊക്കെ ചെയ്യേണ്ട എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. റെഗുലറായിട്ട് ചെയ്യുക ജാനു ശീർഷാസനം. നന്ദി, നമസ്കാരം. മലബാറിൽ വീണ്ടും ആശങ്കയുടെ ദിനങ്ങളാണ്. കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴ പെയ്തു. ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലയിലും വനമേഖലയിലും എല്ലാം അർദ്ധരാത്രി മുതൽ ശക്തമായ മഴയായിരുന്നു. അത് പുലർച്ചെ അതിശക്തമായ മഴയായി. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലുമായിരിക്കുകയാണ്. മഞ്ഞച്ചീളിയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഗോകുൽ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴ ശമിച്ചോ? പക്ഷേ വെള്ളക്കെട്ട് തുടരുക തന്നെയാണ് അല്ലേ? പ്രദീപ്, നമസ്തേ. ഈ വിലങ്ങാട് വനമേഖലയിലൊക്കെ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആശങ്കയാണ്. കാരണം കഴിഞ്ഞ മാസമാണ് വയനാടൊക്കെ ഉരുൾപൊട്ടലുണ്ടായി. അതേ ദിവസം തന്നെ വിലങ്ങാട് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും നൂറുകണക്കിന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുക ഒക്കെ ചെയ്തത്. സമാന രീതിയിലുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തതെങ്കിലും ആളുകൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് ജില്ലയിലെ വനമേഖലയിലും മലയോര മേഖലയിലൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു. അത് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി, രാവിലെ 3 മണിയോടുകൂടി വലിയ ശക്തമായ രീതിയിൽ മഴയാവുകയും ആ സമയത്ത് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇടപെടുകയും ഈ മഞ്ഞച്ചീളി ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ച സ്ഥലമാണ് മഞ്ഞച്ചീളി. അവിടെ നിന്ന് 20ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിലങ്ങാട് പഞ്ചായത്തിനെയും നരിപ്പറ്റ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഈ പാലം വെള്ളത്തിനടിയിലായിരുന്നു. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാന സാഹചര്യം തന്നെ ഇന്ന് പുലർച്ചെയും ആ ഭാഗത്തുണ്ടായി. എന്നാൽ ഈ സമയത്ത് ഒരു 7 മണിയോടുകൂടി പ്രദേശത്തെ മഴ ശമിച്ചതിനെ തുടർന്ന് ഇവിടെയുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ള 20ഓളം കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ തിരികെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 3 കുടുംബങ്ങളിലെ ആളുകൾ മാത്രമാണ് അവിടെയുള്ള പാരിഷ് ഹാളിൽ തങ്ങുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ തിരികെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ വിലങ്ങാട് പാലത്തിന് മുകളിൽ കൂടി ഉയർന്നു വന്നിട്ടുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മഴ ശമിച്ച ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഈ പാലം താൽക്കാലികമായി നിർമ്മിച്ചൊരു പാലം നശിച്ചു പോയിരുന്നു. മാത്രമല്ല വലിയ രീതിയിൽ മണ്ണും ചളിയും ഒക്കെ വന്നടിഞ്ഞ് പുഴ ഒരു നാശമായ രീതിയിലായിരുന്നു. അതൊന്നും ശരിയാക്കാതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ ഈ ചെളിയും മണ്ണും ഒക്കെ കയറി റോഡുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് അധികൃതരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാഹചര്യം ശാന്തമാണെന്നും ഇപ്പോൾ ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുമാണ് അറിയുന്നത്. എന്നാൽ വരും ദിവസങ്ങളിലും മലബാർ മേഖലയിലൊക്കെ കനത്ത മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. 2 ദിവസം മുമ്പായിരുന്നു കഴിഞ്ഞ 30-ാം തീയതി ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ അവരുടെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ താൽക്കാലിക താമസ സ്ഥലത്തേക്കോ ഒക്കെ മാറ്റിയിരുന്നത്. അതിനുശേഷം 2ാമത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു മഴ പെയ്യുകയും 20ഓളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാഹചര്യത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു പഠന സംഘം ഗവേഷണം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 100-ലധികം ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടെന്നും ഈ രീതിയിൽ താമസയോഗ്യമല്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു ജില്ലാ ഭരണകൂടത്തിന് ആ സംഘം നടത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മഴ പെയ്യുകയും 2-3 മണിക്കൂറുകൾ തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ അടിക്കടി ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ ഇന്നലെ മുതൽ കനത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് ഇപ്പോൾ ശമനമുണ്ടായിട്ടുണ്ട്. ആളുകളൊക്കെ മടങ്ങി അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. 3 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ താൽക്കാലികമായി സജ്ജീകരിച്ചുള്ള പാരിഷ് ഹാളിൽ തുടരുന്നത്. പക്ഷെ നമുക്ക് അപ്പോഴും ആശങ്കയുണ്ട്. കാരണം അവിടെയും ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. ഈ വയനാട് വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു ഇടം കൂടിയാണ്. അവിടെയും ഈ സാധ്യത നിലനിൽക്കെ, ഉരുൾപൊട്ടലിനുള്ള സാധ്യത നിലനിൽക്കെ മഴ ഒരല്പം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർ വീടുകളിലേക്ക് തിരികെ പോകുന്നത് എത്ര കണ്ട് നമുക്ക് നല്ലതാണ് എന്ന് പറയാൻ കഴിയും? അവരവിടെ തുടരേണ്ടതല്ലേ? ഇപ്പം ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടോ?
ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. 457 വീടുകൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയതിൽ 313 വീടുകൾ വാസയോഗ്യമല്ല എന്നൊരു കണ്ടെത്തലുകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തലുകളെ ശരിയാക്കും വിധമാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ അടിയന്തരമായി മാറ്റി താമസിപ്പിക്കണം എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മഴ. 2-3 മണിക്കൂർ ശക്തമായി മഴ പെയ്ത സമയത്ത് അവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2019 ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്തതുമാണ്. പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടുള്ള എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഏകദേശം 300 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സർക്കാരിനും വ്യക്തികൾക്കും വീടുകൾക്കും ഉൾപ്പെടെ 300 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടൽ വലിയൊരു മരണങ്ങൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത്. ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തും ഒരു വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചിരുന്നു. 18 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത ഉണ്ടായത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാവാതിരുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള പഠനങ്ങൾ അവിടെ നടത്തിയിരുന്നു. 6 ദിവസം എടുത്ത് നടത്തിയിട്ടുള്ള പഠനത്തിൽ 313ഓളം കുടുംബങ്ങൾ വിലങ്ങാട് മേഖലയിലെ മഞ്ഞച്ചേളി ഭാഗത്തെ പായം ഭാഗത്തെയുള്ള 313 വീടുകൾ വാസയോഗ്യമല്ല എന്നൊരു കണ്ടെത്തലുകൾ ഉണ്ട്. മാത്രമല്ല അവിടെ 100-ലധികം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുമുണ്ട്. ഇതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ കൂടുതൽ ഈ വിഷയത്തിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നതിൽ തർക്കമില്ല. ഓക്കെ, ശരി ഗോകുൽ. പ്രീതി ജയനും ഉഷ നെല്ലൂരും ഒക്കെ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് വിലങ്ങാട് അപകട മേഖലയാണ്. പക്ഷേ ഇനി അതിൻ്റെ പേരും പറഞ്ഞ് വില പേശും, വീണ്ടും ഈ കടം വാങ്ങിച്ചു കൂട്ടിയാൽ ആര് അടയ്ക്കും എന്ന കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും 59 ആകുന്നു, 7:59. നോക്കാം ഈ മണിക്കൂറിൽ പ്രധാന വാർത്തകൾ. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വിരുദ്ധ കലാപം തുടരുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 73 പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലും ചാവേർ ആക്രമണം. ബീഹാറിലും വഖഫ് ബോർഡിന്റെ അതിക്രമം. 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ്. 30 ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം. ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ പ്രതിഷേധവുമായി ബംഗ്ലാദേശികൾ. ഇന്ത്യ വിസ അനുവദിക്കുന്നില്ലെന്ന് ആരോപണം. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന്. താരസംഘടന അമ്മയ്ക്കുള്ളിൽ ഭിന്നിപ്പ് രൂക്ഷം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിൽ. മഞ്ഞച്ചീളിയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കൻ കേരളത്തിൽ അടുത്ത 3 ദിവസം മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. വയനാട് ഉരുൾപൊട്ടൽ മേഖല ദേശീയ ദുരന്ത നിവാരണ സേന ഇന്നും സന്ദർശിക്കും. 31 വരെ സംഘം പരിശോധന തുടരും. കാലാവസ്ഥ അനുകൂലമായാൽ പ്രദേശത്ത് തിരച്ചിൽ തുടരും. ഇനി ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഹേമ കമ്മിറ്റി എന്ന വിഷയത്തിലേക്ക് വരാം. അവിടെ നമുക്കറിയാം ഈ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ആദ്യ യോഗം ഇന്ന് ചേരും. ഈ പരാതികളിൽ എങ്ങനെയാണ് തുടർ നടപടികൾ വേണ്ടത് എന്ന കാര്യമാണ് ഈ യോഗം ചർച്ച ചെയ്യുക. അതേസമയം ഈ ലൈംഗിക ആരോപണങ്ങളിൽ കേസെടുക്കാതിരുന്ന സർക്കാരിന് മുന്നിൽ പരാതി എത്തിയതോടെ സർക്കാർ വെട്ടിലാവുകയും ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പരാതി നൽകിയതോടെ പോലീസും ആശയക്കുഴപ്പത്തിലാണ്. നമുക്ക് എസ് ശാലിനി വിവരങ്ങളുമായി ചേർന്നു. പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ, പരാതികൾ വന്നാൽ ഉടൻ ഇത്തരം ആളുകളെ ഫോട്ടോ വെച്ച് വാർത്ത നൽകുന്നത് ശരിയാണോ എന്നുള്ള വിഷയമാണ്. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഈ പറയുന്ന നടന്റെയോ സംവിധായകന്റെയോ പടം വെച്ചിട്ട് ആരോപണ വിധേയർ മാത്രമാണ് ഇവരെ ആരെയും ഒരു വേട്ടക്കാരനെയും നമ്മൾ പ്രതിരോധിക്കുന്നില്ല, വെള്ളപൂശുന്നുമില്ല. ഇക്കാര്യത്തിൽ വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു നിലപാടാണ് ജനം TV തുടക്കം മുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങോട്ടും വ്യക്തമായ ആരോപണങ്ങളുമായി ആരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കും. അപ്പോൾ പോലും ഈ പറയുന്ന ആരോപണ വിധേയന് അല്ലെങ്കിൽ വിധേയർക്ക് മറുപടി പറയാനുള്ള അവസരം കൂടി വേണം എന്നുള്ളത് വളരെ കൃത്യമാണ്. ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ ഏറ്റവും വലിയ ചോദ്യം ആരോപണ വിധേയരും പരാതിക്കാരും ഒന്നുമല്ല. 4.5 വർഷം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാർ ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ പോലും
വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനും അപ്പുറമുള്ള കുറേയധികം പേജുകളൊക്കെ വെട്ടി മാറ്റിയാണ് ഇത് പുറത്ത് വിട്ടത്. അപ്പോൾ സർക്കാർ ആരുടെ പക്ഷത്താണ് എന്നുള്ളതാണ് ചോദ്യം. സർക്കാരിന് കോടതിയിൽ പിടിവീണു, പക്ഷേ ആ മാറ്റിവെച്ച പാരഗ്രാഫുകളടക്കം അതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് സീൽ ചെയ്ത് അവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശാലിനി, പ്രദീപിള്ള വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 4.5 വർഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നത്. മുൻ സാംസ്കാരിക മന്ത്രി അടക്കമുള്ളവരുടെ കൈകളിൽ ഇത് കൃത്യമായി എത്തിയിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും തന്നെ 4.5 വർഷത്തിനകം നടപ്പാക്കുകയോ റിപ്പോർട്ട് പുറത്തുവിടാനോ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെ നടപ്പാക്കിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരു സിനിമാ നയമൊക്കെ നേരത്തെ തന്നെ ഈ സംസ്ഥാനത്ത് രൂപീകൃതമാകും എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലേക്കും എത്തിയിട്ടുള്ളത്. 4.5 വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വിവരാവകാശ കമ്മീഷൻ അടക്കം ചൂണ്ടിക്കാട്ടിയ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കി മറ്റുള്ളവ പുറത്തുവിടാം എന്നുള്ളതായിരുന്നു കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം പല പേരുകളും മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പല പാരഗ്രാഫുകളും മറച്ചു വെച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖല ആടി ഉലഞ്ഞിട്ടുണ്ട്. സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. ചില മന്ത്രിമാരുടെ പേരുകൾ അടക്കം ചില വിവാദങ്ങളിലും പരാമർശങ്ങളിലും എത്തിയതോടുകൂടി തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കമുള്ളവരുടെ രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ആ രാജി വാങ്ങിക്കൊണ്ട് മുഖം രക്ഷിക്കാനൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ രാജിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് സംസ്ഥാന സർക്കാരും സിനിമാ മേഖലയും പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ആരോപണ വിധേയർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട് മുഖം രക്ഷിക്കാൻ എന്നോണം ഒരു അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും ഏതൊക്കെ തരത്തിൽ ഈ പരാതികൾ സ്വീകരിക്കാം, എങ്ങനെ വേണം ഇതിലെ നടപടികൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പരാതികളുമായി ഒപ്പം തന്നെ പ്രതികരണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം നിരവധി നായികമാരും ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരും ടെക്നീഷ്യർ ഒക്കെ തന്നെ എത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവരിൽ നിന്ന് നേരിട്ട് മൊഴി എടുക്കണമോ അതോ രേഖാമൂലം പരാതി ലഭ്യമായാൽ മാത്രം നടപടി മതിയോ എന്ന കാര്യത്തിലായിരിക്കും ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. എന്തായാലും ബംഗാളി നടി ശ്രീലേഖ മിത്ര അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. കൊച്ചി പോലീസിന് സിറ്റി പോലീസിന് പരാതി നൽകിയ സാഹചര്യം, ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനെതിരെ പരാതി വന്ന സാഹചര്യത്തിൽ ആ കേസ് അന്വേഷണം ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണം, ശ്രീലേഖ മിത്രയെ നേരിട്ട് വരുത്തിക്കൊണ്ട് മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് മാത്രമല്ല ആ സമയം തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി സംഭവങ്ങൾ തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. MLA കൂടിയായിട്ടുള്ള മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതോടുകൂടി അല്ലെങ്കിൽ ആരോപണം വന്നൊരു സാഹചര്യത്തിൽ സർക്കാരും CPM-ഉം കടുത്ത പ്രതിരോധത്തിലാണ് എന്നുള്ളതിൽ സംശയമില്ല. മുഖം രക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ നടത്തുന്നു. ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയ വിമർശനങ്ങളും ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ്, ആ പ്രതിഷേധത്തിലേക്കും മറ്റും വരാം ശാലിനി. നമുക്കൊന്ന് കൊച്ചിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം അമ്മയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ല എന്ന നിലപാടിലാണ് എന്നും സൂചനയുണ്ട്. അതേസമയം നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മിനു മുനീർ ഇന്ന് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകും എന്നറിയുന്നു. ഇമെയിലാകും പരാതി. സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. സുധീഷ്, നമസ്തേ. അമ്മയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ച് മാറി നിൽക്കുന്നു. പകരം ചുമതല നൽകിയ ബാബുരാജിനെതിരെയും അന്വേഷണം വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആര് ഇതിന് നേതൃത്വം വഹിക്കും? നേതൃത്വം വഹിക്കുന്നവർക്ക് തന്നെ എങ്ങനെ ഇക്കാര്യത്തിൽ നിലപാടുകൾ പറയാൻ കഴിയും? നിലപാടുകൾക്ക് പിന്നാലെ അവർക്കെതിരെ തന്നെ വീണ്ടും ആരോപണങ്ങൾ വരുന്നു. ഇപ്പം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള ഒരു ഭയാശങ്കകളൊക്കെ ഈ ക്യാമ്പിൽ വരുന്നു എന്നറിയുന്നു. അപ്പം ഇങ്ങനെ അമ്മയ്ക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യം എല്ലായിടങ്ങളിലുമുണ്ട്. ഈ പരാതികളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ തുടങ്ങി ഈ യോഗങ്ങളൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അവരിപ്പോൾ കോപ്പ് കൂട്ടുന്നത്? വീണ, അമ്മയ്ക്കുള്ളിൽ ഓരോ നിമിഷം കഴിയുന്തോറും ഭിന്നിപ്പ് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. അത് ഓരോരുത്തരുടെയും പ്രതികരണത്തിലായാലും ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഭാവമാറ്റങ്ങളിൽ പോലും നമുക്കത് പ്രകടമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള
പ്രതികരണങ്ങൾ. ആദ്യമേ ഇത് സംബന്ധിച്ച് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണത്തിനെതിരെ തന്നെ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തുന്നു. അതിനുശേഷം അമ്മയെ കുറ്റപ്പെടുത്തി ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിൽ അമ്മയിലെ അംഗങ്ങളും ഭാരവാഹികളും തന്നെ ആരോപണം ഉന്നയിക്കുന്നു. ഈ രീതിയിൽ ഒരു സംഘടനാ സ്വഭാവമില്ലാതെ അതിനുള്ളിലെ ഭിന്നിപ്പ് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിനിടയിലാണ് സിദ്ദിഖിനെതിരെ ആരോപണം വരികയും സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്നു. പകരം താൽക്കാലിക ചുമതല നൽകിയ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണം വരുന്നു. ഇതേ സമയം തന്നെ ഇതിന്റെ അമ്മയുടെ കീ പോസ്റ്റിലേക്ക് സ്ത്രീകൾ വരണം എന്ന അഭിപ്രായവുമായി ചിലർ രംഗത്തെത്തുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. ഇതിനോടകം തന്നെ ആരെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും എന്നത് സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തത ഇല്ലാതെ വരുന്നു. അതൊരു ഐകകണ്ഠ്യേനയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലും എത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മയ്ക്ക് ഉത്തരവാദിത്തമില്ലാതെ പലരും പല രീതിയിൽ അവർക്ക് വായിൽ തോന്നുന്നത് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെ നയിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ ഇതിന്റെ കീ പോസ്റ്റിൽ ഇരിക്കുന്നവർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക വലിയ തലവേദനയാകും എന്ന വിലയിരുത്തൽ വരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ ഒരുപക്ഷെ സ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിക്കും എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഒരിക്കലും സ്ഥിരീകരിച്ചതല്ല. എന്നാൽ പോലും ചില സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന അത്തരം അസ്വസ്ഥതകൾ മോഹൻലാലിന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. മുൻപൊക്കെ മമ്മൂട്ടിയായിരുന്നു ഇതിന് മോഹൻലാലിനെ സ്വാന്തനിപ്പിച്ച് ഇതിനൊപ്പം നിർത്താൻ ശ്രമിച്ച് കഴിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെയെങ്കിൽ അത്തരത്തിൽ മോഹൻലാലിനെ നിർബന്ധിക്കാൻ പോലും പലർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇതിലെ ഭിന്നിപ്പുകൾ വളർന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ചിലരെ ലക്ഷ്യം വെച്ചും മറ്റും ബോധപൂർവം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചിലർക്ക് അതിൽ സാമ്പത്തിക ലക്ഷ്യമാണെങ്കിൽ മറ്റു ചിലർക്ക് അമ്മയുടെ അധികാര ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അത്തരം ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതുപോലും വ്യക്തമാകുന്നതിന് മുമ്പ് അത്തരം ഇതിലെ അംഗങ്ങളെ അമ്മയിലെ അംഗങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിലപാടെടുക്കുന്നത് ശരിയല്ല. അവരെ സംരക്ഷിക്കണം, നമ്മളൊരു സംഘടനാ ബോധത്തോടെ പെരുമാറണമെന്ന് അഭിപ്രായം പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നു അത്തരത്തിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുകയോ അവരെ പരിരക്ഷിക്കുകയോ ചെയ്യേണ്ടതല്ല അമ്മയുടെ ഉത്തരവാദിത്വം. അമ്മയ്ക്ക് മറ്റു വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് സിനിമ മേഖലയുടെ ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമാണ് എന്ന അഭിപ്രായം വരുന്നു. ഇത്തരത്തിൽ വളരെ ഭിന്നിച്ച അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് നടത്താനിരുന്നതാണ്, അത് മാറ്റിവെച്ചു. ഇനി എന്ന് നടത്താൻ സാധിക്കും എന്നതുപോലും അറിയില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇതിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ചർച്ചകളുമായി ചിലർ രംഗത്തുണ്ട്. അത്തരത്തിൽ ഇതിനൊരു സമവായം ഉണ്ടാക്കുക, പ്രശ്നങ്ങളില്ലാതെ പോവുക എന്ന തരത്തിൽ ചിലർ ശ്രമിക്കുന്നു. കൂടുതൽ രാജികൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം വരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന്റെ രാജിയും സംഘടനയ്ക്കുള്ളിൽ ആവശ്യമുന്നയിച്ച് ചിലർ വരുന്നു. അങ്ങനെ കടുത്ത തലവേദനയാണ് ഇപ്പോൾ അമ്മയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് 4 പ്രമുഖ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി മിന്നു മുനീർ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മെയിൽ അയക്കും എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആരോപണങ്ങൾ, പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് വരികയാണ്. അങ്ങനെ സിനിമാ മേഖലയാകെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുടെ ഇതിൽ അമ്മ അംഗങ്ങളും എല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഇപ്പോൾ തന്നെ ബാബുരാജ് തന്നെ പ്രതികരിച്ചപ്പോൾ പറയുന്നത് സിനിമാ മേഖലയിലെ ആണുങ്ങളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് എന്ന തരത്തിലാണ്. എല്ലാവരെയും ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരുപാട് പേർ ഇത്തരം ആശങ്ക, ആർക്കെതിരെ ആരോപണം വരും, അടുത്തത് ആർക്കെതിരെയാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സിനിമാ മേഖല അപ്പാടെ മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വീണ സുധീഷ്, വീണ ഇതിലൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ സുധീഷ് പറഞ്ഞത്. ആർക്കും ആരോപണം ഉന്നയിക്കാം, ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുകയും വേണം. പക്ഷേ ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞാലും ഉടനെ അതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണെന്നുള്ള വ്യാഖ്യാനത്തിൽ നമ്മൾ പല കേസുകളും കണ്ടു. ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ വാദി പ്രതിയാകുന്ന കാഴ്ച പലപ്പോഴും കണ്ടു. ഈ സംഭവത്തിൽ തന്നെ ഈ തുരുതുര ആരോപണം ഉന്നയിച്ച ഈ പറയുന്ന നടിയുടെ ചില മുൻകാല പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. അപ്പോൾ ഇതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, നമ്മുടെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയതിലാണ് ഏറ്റവും അധികം കാമ്പും കഴമ്പും എന്ന് എനിക്ക് തോന്നുന്നു. ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ ഇവരുടെ വിഷ്വലും ചിത്രവും വെച്ചിട്ട് ആരോപണ വിധേയൻ എന്ന് കാണിക്കുമ്പോൾ അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും അവരുടെ സാമൂഹിക ജീവിതവും ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഇരകൾക്ക് ഇതൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം ഉടൻ തന്നെ വരും. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ മുകേഷിനെതിരെ ഉയർന്ന ആരോപണമാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഗവർണർക്കടക്കം പരാതി നൽകാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഇടത് ക്യാമ്പുകളിലും മുകേഷ് മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായമുണ്ട് എന്നാണ് അറിയുന്നത്.
മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ BJPയും നീക്കം നടത്തുന്നുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ CPM കൊല്ലം ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലാണ് എന്നും അറിയുന്നു. ശാലിനി തന്നെയാണ് വിവരങ്ങൾ നൽകുക. ശാലിനി നേരത്തെ അത് പറഞ്ഞു തുടങ്ങിയതുമായിരുന്നു. എങ്ങനെയാണ് ഈ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം എത്ര ശക്തമായി ഉയർത്താൻ തുടങ്ങുന്നു? ഒപ്പം കൊല്ലം കേന്ദ്രീകരിച്ചും എങ്ങനെയാണ് ഇതിന്റെ പ്രതിഷേധങ്ങളും മറ്റും? ഇതിൽ സമ്മർദ്ദം ഏറ്റുന്ന ഒരു കാര്യം ശാലിനി, ഒരു കാര്യം കൂടി പറയാൻ, ഇത്തരം ആരോപണം ഉയർന്ന ഉടൻ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു കഴിഞ്ഞു. അതെ, അത് തന്നെയാണ് വീണ, പ്രദീപിള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള കല്ലുകടികളും ഇടതുപക്ഷത്തിനുള്ളിലെ ചില പ്രമുഖരായിട്ടുള്ള വനിതാ നേതൃത്വമൊക്കെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു MLAയ്ക്കും ഒരു ഇടത് MLAയ്ക്ക് കൂടി ഒരു ക്ഷീണം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം വരുന്നത്. മുകേഷിനെതിരായിട്ടുള്ള ആരോപണത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ജില്ലയിലടക്കം കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ അടക്കമുള്ളവർ. അതേസമയം തന്നെയാണ് കൊല്ലം കേന്ദ്രീകരിച്ചും, ഇപ്പോൾ നിലവിൽ കൊല്ലത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുകേഷ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ വീട് കേന്ദ്രീകരിച്ചടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളതാണ്. ഈ ഒരു രാജി വാങ്ങണം, കാരണം ഇത്തരത്തിലൊരു ആരോപണ വിധേയനായി കൃത്യമായി തന്നെ ആരോപണം പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ചില ഇരകൾ പുറത്തേക്ക് വരുന്നു, മറുഭാഗത്ത് സ്ഥാനത്ത് തുടരുന്നതിനുള്ള യോഗ്യതയല്ല അല്ലെങ്കിൽ യോഗ്യനല്ല അദ്ദേഹം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നത്. എന്തായാലും ഗവർണറെ സമീപിച്ചാൽ ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഞങ്ങളുടെ കൈകളെല്ലാം ശുദ്ധമാണ് എന്ന് പറയുന്ന ഇടത് സർക്കാരിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥലം MLAയ്ക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രമുഖമായിട്ടുള്ള ഒരു പാർട്ടി, ഭരണ പാർട്ടിയുടെ തന്നെ ഒരു MLAയ്ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. പ്രദീപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആ ഒരു ചുമതലയിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടാൻ തയ്യാറായൊരു വ്യക്തി നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുണ്ട്. സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത്. തൊട്ടു പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ദിഖും മാറി നിൽക്കുകയാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തീരുമാനിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയും കടുത്ത പ്രതിരോധത്തിലേക്കായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. CPM ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മുകേഷിന്റെ ചില ഇടപെടലുകൾ, മുകേഷ് MLA ആയതിനു ശേഷമുള്ള ചില പരാമർശങ്ങളും പ്രവൃത്തികളും ഒക്കെ തന്നെ CPM ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ മുൻപും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുമുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CPM-നുള്ളിൽ CPM ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ പൊട്ടിത്തെറി. ആ കാര്യങ്ങളടക്കം വരും ദിവസം CPM-ന്റെ സംസ്ഥാന സമിതി ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ മുകേഷ് ഇതിനകം തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും തന്റെ പെരുമാറ്റം കൊണ്ടും പ്രസംഗം കൊണ്ടും ഫോൺ വിളി കൊണ്ടും എല്ലാ ശത്രുക്കളെ ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഒരു ആരോപണം വരുമ്പോൾ സമ്മർദ്ദം ഏറുന്നതും വ്യക്തമാണ്. ഇതിൽ പക്ഷേ മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം, ഈ WCC എന്നുള്ളൊരു സംഘടന, ആ കൂട്ടായ്മയുടെ ഒരു പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് തുടങ്ങി വെച്ചവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടോ എന്നുള്ള ചോദ്യം വേറെ. പക്ഷേ WCC ഉയർത്തിയ വിഷയങ്ങൾ, മുഖ്യമന്ത്രി അടക്കം കണ്ട് ഉന്നയിച്ച പരാതികൾ, അതെല്ലാം ശരിയായിരുന്നു, അതിന് പ്രസക്തിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ വെച്ചിട്ട് കാട് കയറി ഇതിനെ മസാലവൽക്കരിക്കുന്നതിന് പകരം അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുക, ഒരാളെ മാറ്റി നിർത്തുക, സിനിമയിൽ നിന്ന് തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ, അവിടെ ജോലി സ്ഥലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. ഈ കിളിപ്പെടുത്തുന്ന കഥകളിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ അത് മാത്രം ആലോചിക്കുക. തീർച്ചയായും അതിലൊരു നടപടി വേണം, അത് വളരെ പ്രധാനപ്പെട്ടതും തന്നെയാണ്. പക്ഷെ അതല്ല, അതിനൊപ്പം തന്നെ സ്ത്രീകളല്ലാതെ നേരിടുന്ന തൊഴിൽ രീതിയിൽ നേരിടുന്ന മറ്റ് അസ്വസ്ഥതകളുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വേതനം കുറയുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. മാത്രമല്ല, ഈ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഈ നടന്മാരിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതും, അത് താഴേക്കിടയിലേക്ക് പോയാൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാരിലേക്കൊക്കെ നീളുന്ന ഒരുപാട് മൊഴികളും പരാതികളുമുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ചർച്ചയിലേക്ക് വരേണ്ടതാണെന്നുള്ളതും സൂചിപ്പിക്കുകയാണ്. അമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ വന്നാൽ നന്നാകും എന്നുള്ള അഭിപ്രായമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് ഈ നേരത്തെ ഉള്ള സ്ത്രീകളെ തന്നെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇതിനെ അമ്മ നേതൃത്വം ശക്തിപ്പെടുത്താൻ മതിയാകും. ഏതായാലും അതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേള എടുത്ത് തിരിച്ചു വരാം.
ബലൂചിസ്ഥാനിലേക്ക് ഒന്നുകൂടി പോകണം. അതെ, ഈ പാകിസ്ഥാൻ വിരുദ്ധ കലാപം നടക്കുന്ന ബലൂചിസ്ഥാനിലേക്കാണ് നാം പോകുന്നത്. ബലൂചിസ്ഥാൻ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലം ചരിത്രപരമാണ്. ഭാരതത്തെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ കാലം തൊട്ടുള്ളതാണ്. ഇന്ന് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വത്വമുള്ള ഒരു രാഷ്ട്രം, അതല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യം, അതിൻ്റേതായ സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ മൂന്നായി വെട്ടിക്കീറുകയാണ് ഉണ്ടായത്. ഒരു ഭാഗം ഇറാൻ കൊണ്ടുപോയി, ഒരു ഭാഗം അഫ്ഗാനിസ്ഥാൻ കൊണ്ടുപോയി, നല്ലൊരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഇതിലെല്ലാമായി സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്ന ഒരു പ്രദേശം, അതാണ് കൂടുതൽ ശരി. ഇന്നത്തെ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായി പടർന്നു കിടന്നിരുന്ന ഒരു പ്രദേശത്തെയാണ് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നതും. ഒരിക്കലും പാകിസ്ഥാനുമായി സമരസപ്പെടാനോ പാകിസ്ഥാനുമായി ഒരു ഐഡന്റിഫൈ ചെയ്യാനോ കഴിയാത്ത ഒരു രാഷ്ട്രം പതിറ്റാണ്ടുകളായി അവിടെ വിമോചന സമരം തുടരുകയുമാണ്. ഇപ്പോൾ ഏറ്റവും നിർണായകം ഈ ചൈന പാകിസ്ഥാൻ ഉണ്ടാക്കിയ സാമ്പത്തിക ഇടനാഴി വെട്ടിമുറിച്ചുകൊണ്ടാണ് ശക്തമായ പോരാട്ടം തുടരുന്നത്. ഈ കലാപത്തിൽ പാക് പട്ടാള ക്യാമ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് ബലൂച്ച് പോരാളികൾ. 102 പാക് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മജീദ് ബ്രിഗേഡ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാക് പട്ടാള മേധാവി പറയുകയും ചെയ്തു. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, പാകിസ്ഥാന്റെ പിടിയിൽ നിൽക്കുന്നില്ല അല്ലെ ഇക്കുറി ഈ പ്രക്ഷോഭം, ഈ വിമോചന സമരം? ഇത്രനാൾ അടിച്ചമർത്തിയെങ്കിൽ ഒട്ടേറെ മാർഗങ്ങൾ മർദ്ദനമുറകളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ ഗൗതം? പ്രദീപ് പിള്ള, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഈ ഒരു ബലൂച്ച് വിമോചന പോരാളികളുടെ നീക്കം എന്നത്. കാരണം പാകിസ്ഥാന്റെ 102 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കണക്കുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മറ്റുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഇത്ര വലിയ ഒരു നമ്പർ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നില്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം പട്ടാള ക്യാമ്പിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വാർത്ത കൂടി ഈ ബലൂചിസ്ഥാനിൽ നിന്നും വരികയാണ്. അതാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാത്തത്. കാരണം 102 പട്ടാളക്കാരെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല വളരെ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളത്തിന്റെ 80% ഇപ്പോൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ വിരുദ്ധ കലാപം അതിന് പുതിയ തലങ്ങളിലേക്ക് അത് കടക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് നടത്തിയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഇത് പാകിസ്ഥാനെതിരെ മാത്രമുള്ള ഒരു പ്രതിഷേധമോ മുന്നറിയിപ്പോ അല്ല, മറിച്ച് പാകിസ്ഥാനിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് കൂടിയുള്ള ശക്തമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ താക്കീത് എന്ന നിലയിൽ കൂടി വേണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാപത്തെ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തെ നമുക്ക് നോക്കിക്കാണാൻ. ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതാണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ അനധികൃതമായി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് നീതി നിഷേധം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി ഈ പ്രവിശ്യയെ പിടിച്ചെടുത്ത ആ നാൾ മുതൽ തന്നെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ നിന്ന് മോചനം വേണം, പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നും തങ്ങൾക്കൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കണം, മുൻപ് എങ്ങനെയാണോ ബലൂചിസ്ഥാൻ നിലനിന്നിരുന്നത് അതിനാൽ തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കണം എന്നതാണ് ബലൂചിസ്ഥാന്റെ വികാരം. എന്നാൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉൾപ്പെടെ അടിച്ചമർത്തിക്കൊണ്ടാണ് പാകിസ്ഥാനിലെ ഭരണകൂടം വർഷങ്ങളായി തന്നെ ബലൂചിസ്ഥാന്റെ മുകളിൽ ആധിപത്യം പുലർത്തുകയും പാകിസ്ഥാന്റെ ഭൂപ്രദേശമായി ആ ഇടത്തെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും അതിന്റെ പരമകോടിയിലേക്ക് എത്തുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും 102 പാകിസ്ഥാൻ പട്ടാളക്കാർ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡാണ് ഈ ഒരു നിർണായകമായ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ഇപ്പോൾ BLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്.
പ്രദീപ് പിള്ള. ശരി ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനാണ് ബലൂച്ച് വിമോചന സമര പോരാളികളെ നേരിടുന്നതെങ്കിലും ഇതിൽ ഏറ്റവും അധികം ഭയന്നിരിക്കുക അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് ചൈനയാണ്. പാകിസ്ഥാനുമായി കൈകോർത്ത് അതുവഴി ഒരു സാമ്പത്തിക ഇടനാഴിയും അതിലൂടെ ഗ്വാഡർ തുറമുഖത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ, അവിടെ ഇതൊരു വ്യാപാര തുറമുഖമാണെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുമ്പോഴും ഗ്വാഡർ തുറമുഖം 40 വർഷത്തെ ലീസിന് ഒരു ചൈനീസ് കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും നിർണായകമായ കപ്പൽ ചാൽ, ഇവരുടെ വ്യാപാര നീക്കത്തിന് നിർണായകമായ കപ്പൽ ചാൽ അതിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഹോർമസ് സ്ട്രെയിറ്റിനടുത്താണ്. അതുകൊണ്ട് തന്നെ വ്യാപാരപരമായും സൈനികമായും അവിടെ ഒരു നേവൽ ബേസ് തുടങ്ങിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇത്തരം ശ്രമങ്ങൾക്കും മോഹങ്ങൾക്കും കൂടിയാണ് ഈ സമരം തിരിച്ചടിയാവുന്നത്. ഇനി നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കേക്ക് പോവാം. കിഴക്ക് വശത്തേക്ക് പോയാൽ അവിടെ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ വിസ അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹിന്ദുവിരുദ്ധ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗൗതം, എങ്ങനെയാണ് അവിടെ ഈ പ്രതിഷേധം നടക്കുന്നത്? ഇന്ത്യ വിസ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. പക്ഷെ എന്തിനാണ് ഇപ്പോൾ അങ്ങനൊരു പ്രശ്നം അവിടെ നടക്കുന്നത്? അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളത് വളരെ ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭം, ആക്രമണവും കൊള്ളയും കൊലയും നടത്തിയവർക്ക് ഇപ്പൊ ഇന്ത്യയിൽ വരണം എന്നാണോ? എന്താണ് ഇവരുടെ ആവശ്യം ഗൗതം? പ്രദീപ് പിള്ള, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ഇന്ത്യ വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലുള്ള ഈ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ശരിക്കും പ്രതിഷേധമെന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു പ്രതിഷേധമല്ല, മറിച്ച് അവിടെ നമുക്ക് ലഭ്യമാകുന്ന വിവരം വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും അവർക്ക് നേരെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കോലാഹലമാണ് ആ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ നടന്നുകൊണ്ടിരുന്നത് പച്ചയായ ഭാരത വിരുദ്ധ കലാപവും അതോടൊപ്പം തന്നെ ഹിന്ദു വിരുദ്ധ കലാപവുമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നല്ല. അത് സംബന്ധിച്ചുള്ള ധാരാളം തെളിവുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഭാരതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സർക്കാരിനെ വളരെ ബോധപൂർവമായി പാക് ചാരസംഘടനയായ ISIയും അതോടൊപ്പം തന്നെ ചൈനയുൾപ്പെടെയുള്ള ശക്തികളുടെയും പിന്തുണയിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കലാപത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ. അതിനെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥിയായി എത്തേണ്ട സാഹചര്യം എല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബഹളത്തിന്റെ അടിസ്ഥാനം എന്നത് ധാരാളം ബംഗ്ലാദേശുകാർ തൊഴിൽ തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്താറുണ്ട്. നമുക്കറിയാം ബംഗ്ലാദേശ് അത്ര ഒരു വികസിത രാജ്യമോ ഒന്നുമല്ല, വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സഹായത്തോടു കൂടി പലപ്പോഴും അവരെ സാമ്പത്തികമായി ഭാരതമാണ് സഹായിച്ചിട്ടുള്ളത്. ആ രാജ്യത്തിന്റെ രൂപീകരണത്തിന് തന്നെ കാരണമായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടലും അന്നത്തെ ഭാരത സർക്കാരിന്റെ നീക്കങ്ങളും ഒക്കെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ നമ്മുടെ രാജ്യം വലിയ പിന്തുണ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അതുകൂടാതെ ധാരാളം ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് തൊഴിലിനായി എത്താറുമുണ്ട്, വിവിധ രീതിയിലുള്ള ജോലികൾക്കായി എത്തുന്നുണ്ട്. പക്ഷേ അടുത്തിടെ നടന്നിട്ടുള്ള ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആ സംഘർഷത്തിന് ആ കലാപത്തിന് രണ്ട് സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധമായ സ്വഭാവം, അവിടെ നിലനിന്നിരുന്ന ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാരിനെ, അവാമി ലീഗിന്റെ സർക്കാരിനെ അവിടെ നിന്നും മാറ്റി ഭാരതത്തോട് ശത്രുത പുലർത്തുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബീഗം കാളിദാസിയെ അവിടെ പ്രധാനമന്ത്രിയാക്കുക എന്ന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇനിയും ശേഷിക്കുന്ന 7% മാത്രം വരുന്ന ഹിന്ദുക്കളെ പൂർണ്ണമായി അടിച്ചമർത്തുക, അതിനെ ഇല്ലാതാക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യം മുൻനിർത്തിയുള്ള കലാപത്തെ തുടർന്ന് ഭാരതം നിലവിൽ ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നില്ല. താൽക്കാലികമായി ആ പ്രോസസ്സ് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ അതിനെതിരെയാണ് വലിയ ബഹളം ബംഗ്ലാദേശികളുടെ നേതൃത്വത്തിൽ ഈ ധാക്കയിൽ നടക്കുന്നത്. ശരി, നോക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ സ്കൂപ്പ്. ആദ്യം ഇന്ത്യൻ കോമ്പസ്, ഇൻസ്റ്റാ പോസ്റ്റാണ്. കർണാടക, അതായത് കർണാടകയും ബംഗാളും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ CM സിദ്ധരാമയ്യ സ്ലാങ്
Times, PM Modi, defends 4% Muslim quota in Karnataka. West Bengal, Times of India, West Bengal lets it out in Supreme Court how some Muslims zipped into OBC list. കൃത്യമായും പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നവരുടെ ന്യൂനപക്ഷ പ്രീണനം അത് ഈ ചരിത്രത്തിലെ തന്നെ ഓൾ ടൈം ഹൈ ആയി നിൽക്കുന്നു. ഉയർന്ന നിലയിൽ നിൽക്കുന്നു. ഇത് ഈ ബംഗാളും ബംഗ്ലാദേശും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിലെ ബംഗ്ലാദേശികളെ കൂടി കുറിച്ച് പറയണം എന്ന്. തീർച്ചയായിട്ടും കാര്യം ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ യഥാർത്ഥ ബംഗാളികളാണോ എവിടെ നിന്ന് ID കാർഡ് കിട്ടിയെന്ന് അറിയാതെ ഒട്ടേറെ പേര് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. നമ്മളവരെ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. ഈ ഇമിഗ്രന്റ് അഥവാ കുടിയേറ്റ തൊഴിലാളികളെ എല്ലാവിധത്തിലുള്ള പരിഗണനകളും നൽകുമ്പോൾ പോലും ഇവർ രാജ്യത്തിനും നാടിനും ഭീഷണിയാണോ എന്നുകൂടി പരിശോധിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അടുത്തത് ലഡാക്ക് അല്ലേ? ലഡാക്കിൽ പുതിയ ജില്ലകൾ, പുതിയ 5 ജില്ലകൾ: സംസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചങ്താങ്. അതായത് ഭരണത്തിന്റെ നേട്ടങ്ങൾ, വികസനം, എല്ലാവിധ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനമാണ്. വൺസ് അഗെയിൻ ഇന്ത്യൻ കോൺഗ്രസിന്റെ ഇൻസ്റ്റാ പോസ്റ്റാണ് ഇത്. മനോഹരമായ ചിത്രവും. അതെ. ഇനി അടുത്തത് വഖഫ് ബോർഡ് സംബന്ധിച്ചതാണ്. നമ്മൾ നേരത്തെ കൊടുത്ത വാർത്തകളുടെ പിൻപറ്റി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ വിഷയം തന്നെയാണ്, ഈ വിഷയമാണ്. 30 ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോകണം എന്ന ഇതാണ് ആ ചിത്രം എല്ലാം പറയുന്നു. ഒറ്റ ചിത്രം കഥ പറയുന്നു. ഒരു ഗ്രാമം ഗോവിന്ദ്പൂർ ഒന്നടങ്കം 95% ഹിന്ദുക്കൾ വസിക്കുന്ന, അവർ അവിടെ വർഷങ്ങളായി തലമുറകളായി താമസിച്ചിരിക്കുന്ന ഗോവിന്ദ്പൂർ. കൃത്യമായ വിമർശനം പക്ഷെ പ്രതിപക്ഷത്തിന് നൽകിയിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിട്ടുമുണ്ട് ആ പോസ്റ്റിൽ. They talk about SC, ST, OBC. നിലപാട് സ്വീകരിക്കും. Yes. ഈ വാർത്ത നമ്മൾ നേരത്തെ കാണിച്ചതുമാണ്. അടുത്തത് ആ വീഡിയോ കാണാം. മനോഹരമായ കാഴ്ചയാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കൊടുങ്ങല്ലൂരിലെ കാഴ്ചയാണ്. കൊടുങ്ങല്ലൂരിലെ ദേശീയവാദികളായ മുസ്ലിം സഹോദരന്മാർ ശോഭായാത്രയ്ക്കിടയെ പോകുന്ന കുഞ്ഞ് രാധമാർക്കും കൃഷ്ണന്മാർക്കും ഒക്കെ മധുരം നൽകുന്നതാണ്. ഇതാണ് കേരളം. തുളസി ഗബാർഡ് രംഗത്തെത്തിയിട്ടുണ്ട്. US-ലെ പൊളിറ്റിക്കൽ കമന്റേറ്ററാണ്, രാഷ്ട്രീയ നിരീക്ഷകയാണ്, സ്വയം ഒരു രാഷ്ട്രീയ നേതാവുമാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതാനും ദിവസം മുമ്പ് അവർ ഇതുവരെ ഡെമോക്രാറ്റ് ആയിരുന്നു 20 വർഷത്തോളം. ഏതാനും ദിവസം മുമ്പ് അവർ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആ വീഡിയോ കാണാം നമുക്ക്. Especially on this day of all days, I had the privilege of joining President Trump this morning at Arlington Cemetery, where he joined 2 Gold Star families and loved ones of Staff Sergeant Hoover and Sergeant G, both of whom were 2 of the 13 killed in the Abbey Gate attack 3 years ago today in Kabul. And I can tell you, as we were... എന്തുകൊണ്ട് പാർട്ടി വിട്ട് ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് തുളസി ഗബാർഡ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നയാളാണ് തുളസി ഗബാർഡ് എന്ന് ഓർക്കണം. വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് തുളസി ഗബാർഡ് എന്ന വ്യക്തിത്വത്തിന്. അപ്പോൾ US ഇലക്ഷൻ, പ്രസിഡന്റ് ഇലക്ഷൻ കാറ്റ് എങ്ങോട്ടേക്ക് വീശുന്നു എന്നുള്ള സൂചന കൂടിയാണ് ഇതൊക്കെ നൽകുന്നത്. അപ്പോൾ ഇന്ന് ഇത്ര സമയമേ ഉള്ളൂ സോഷ്യൽ സ്കൂപ്പിന്. ഒട്ടേറെ വാർത്തകൾ വീണ്ടും ഇന്റർനാഷണൽ വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ചേരുന്നുണ്ട് പുതിയ വാർത്തയുമായി. യുക്രൈനിലേക്ക് ശക്തമായ വ്യോമാക്രമണം നടത്തി റഷ്യ. 7ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യുക്രൈൻ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു. വൈദ്യുതി വിതരണത്തിനും കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി റഷ്യയും സ്ഥിരീകരിച്ചു. ഐസൻ ജോസ്, എന്താണ് വിശദാംശങ്ങൾ, എന്തൊക്കെയാണ്? പ്രദീപ്, തീർച്ചയായും ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ മുമ്പാണ് ഇത് സംബന്ധിച്ച അന്തിമമായ സ്ഥിരീകരണം റഷ്യയുടെയും യുക്രൈന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. യുക്രൈനിലെ പല വൈദ്യുത കേന്ദ്രങ്ങളും, അതായത് ആണവ വൈദ്യുത കേന്ദ്രങ്ങൾ ഒഴികെയുള്ള അതിന്റെ സപ്ലൈ ചെയിനുകളെല്ലാം തന്നെ കാര്യമായ ആക്രമണം
റഷ്യ നടത്തി. റഷ്യൻ സംവിധാനങ്ങളിൽ നിന്നും വ്യോമാക്രമണം പോലും ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ യുക്രൈനിലെ പല ഭാഗങ്ങളും ഇരുട്ടിലാണ്, അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് നേരെ ഉണ്ടാവുകയും അതിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടിയിൽ നേരത്തെ വ്യക്തമാക്കിയതുപോലെ 7ഓളം പേർ മരിക്കുകയും അതുപോലെ തന്നെ 30ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 120-ലേറെ പേർക്ക് അപകടത്തിന്റെ ആഘാതമേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ എത്തിയിട്ടില്ല എങ്കിൽ കൂടി 7 പേരുടെ മരണം സംഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു വലിയൊരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സമാധാന ചർച്ചകൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കം 2 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനെ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. പ്രദീപ്. ശരി ഐസൻ, ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റുകൾ തുടർന്നുള്ള ലൈവ് റിപ്പോർട്ടിലും ഹാപ്പനിങ് അവേഴ്സിലും കാണാം. ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണിക്കേണ്ടതുണ്ട് പ്രേക്ഷകരെ. കേന്ദ്ര സർക്കാർ പുതുതായി നടപ്പാക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയെക്കുറിച്ച്, അഥവാ UPS, യുണൈറ്റഡ് പെൻഷൻ, എന്തായാലും യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ്. ആ എക്സ്പ്ലെയിനർ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഏകീകൃത പെൻഷൻ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിശദമായി അറിയണം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വമ്പൻ ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അടിസ്ഥാന പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ നേട്ടങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. MK വിനോദ് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ കാണാം. സർക്കാർ ജീവനക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഏകീകൃത പെൻഷൻ നിലവിൽ വന്നു. എല്ലാ സർക്കാർ ജീവനക്കാർക്കും മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പദ്ധതി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും 9ഓളം ഗുണങ്ങളാണ് ഏകീകൃത പെൻഷൻ വഴി ജീവനക്കാർക്ക് ലഭിക്കുക. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ചില ആനുകൂല്യങ്ങളെപ്പറ്റി ആദ്യം നോക്കാം. ഒന്ന്, ഉത്തരവാദിത്ത പെൻഷൻ. അതായത് സർവീസിൽ 25 വർഷം പൂർത്തിയാക്കിയവർക്ക് അവരുടെ സേവന കാലയളവിലെ അവസാന 1 വർഷത്തെ ശമ്പളത്തിൻ്റെ നേർപകുതിയാണ് പെൻഷനായി ലഭിക്കുക. 10 മുതൽ 25 വർഷം വരെ സർവീസ് ഉണ്ടായിരുന്നവർക്ക് ആനുപാതിക പെൻഷൻ തന്നെ ലഭിക്കും. 2, കുടുംബ പെൻഷൻ. ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ പെൻഷൻ്റെ 60% ഈ പുതിയ പദ്ധതി പ്രകാരം ലഭിക്കും. മറ്റൊന്ന് അടിസ്ഥാന പെൻഷനാണ്. 10 വർഷം ജോലി ചെയ്തവർക്ക് 10,000 രൂപ പെൻഷൻ ഉറപ്പ് നൽകുന്നു. അടുത്തത് DA ആശ്വാസമാണ്. സേവന കാലയളവിൽ ഉണ്ടായിരുന്ന അതേ അളവിൽ DA ആശ്വാസം കേന്ദ്ര പെൻഷൻകാർക്ക് ലഭിക്കുന്നു. ദേശീയ ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയാണ് ഡിയർനെസ് റിലീഫ് നിശ്ചയിക്കുക. ലംസ് പേയ്മെന്റ് ആണ് അടുത്തത്. വിരമിക്കുന്ന ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് പുറമെയാണ് ലംസ് പേയ്മെന്റും ലഭിക്കുന്നത്. ഇതുകൂടാതെ പെൻഷൻ പദ്ധതിയിലേക്കുള്ള കേന്ദ്ര വിഹിതം 18.5% കേന്ദ്ര സർക്കാർ ഉയർത്തി. നിലവിലുണ്ടായിരുന്ന 14% നിന്നാണ് ഈ വർധനവ്. ജീവനക്കാരുടെ വിഹിതം കൂട്ടാതെ വന്നതിനാൽ അത് മറ്റൊരു ആശ്വാസം കൂടിയായി. ഇതുകൂടാതെ പെൻഷൻ ഏതെങ്കിലും കുടിശ്ശിക വന്നാൽ പലിശ ചേർത്താകും ഇത് ലഭിക്കുക. പുതിയ ഏകീകൃത പെൻഷന്റെ പ്രയോജനം 1-2 23 ലക്ഷം ജീവനക്കാർക്കാണ് ലഭ്യമാകാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരുകൾക്കും ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു തടസ്സവാദവും ഉയർത്തുന്നുമില്ല. 3ാം നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കയ്യടി സ്വന്തമാക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. വളരെ വ്യക്തമല്ലേ? ചെറിയ 2 മിനിറ്റ് കൊണ്ട് എന്താണ് UPS കാര്യം? ഇതിന് വലിയ വലിയ വാർത്തകൾ വന്നിട്ട് കാര്യമില്ല. എന്താണെന്ന് അക്കമിട്ട് എണ്ണി പറഞ്ഞിരിക്കുകയാണ് വിനോദ്. താങ്ക് യു വിനോദ് സോ മച്ച്. നമുക്ക് ഒട്ടേറെ കമൻസ് വരുന്നുണ്ട്. രസമുള്ളൊരു സംഗതി പ്രകാശ് മേൽക്കുട്ടി പറയുന്നത്, ഇവിടെ ഒമാനിൽ ബംഗ്ലാദേശികൾക്ക് വിസ കൊടുക്കുന്നില്ല, അത്രയ്ക്കുണ്ട് കയ്യിലിരിപ്പ് എന്നുള്ളതാണ്. ഇത് ഇവിടെ കിണറ്റിലെ തവളകളാകാതെ അത്യാവശ്യം പുറത്തൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചാൽ ഇവിടെ കിടന്ന് ഗാസ എന്ന്
കരയുന്നവർ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കണം അവിടെ പലസ്തീനികളുടെ കയ്യിലിരിപ്പ് എന്താണ് എന്നും. ഒരു രാഷ്ട്രത്തെ അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ നമ്മോട് അല്ലെങ്കിൽ നമ്മളടക്കമുള്ള ഭാരതീയരോട് എന്താണ് അവരൊക്കെ കാട്ടുന്നത് എന്നുകൂടിയൊക്കെ ആലോചിച്ച് അറിഞ്ഞ ശേഷം വേണം കൊടി പിടിച്ച് ഇറങ്ങാൻ. ഈ നമ്മുടെ കട്ടപ്പുറത്ത് അതെ, പ്രധാന വാർത്തകൾ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണ്. നവകേരള ബസ് വലിയ അത് കാണാൻ ആളുകൾ ഇങ്ങനെ ഒഴുകും അല്ലെ, കട്ടപ്പുറത്തിരിക്കുന്നതാണ്. ഇത് തുടക്കം മുതൽ ഇതൊരു പരിഹാസ കഥാപാത്രമായിട്ടാണ് ഈ ബസ് അവതരിച്ചതല്ലേ. തീർച്ചയായിട്ടും ആ ബസ് ഇപ്പോൾ കട്ടപ്പുറത്താണ്. മാസങ്ങളായി അറ്റകുറ്റപ്പണിക്കാണ് എന്ന് പറഞ്ഞാണ് ഈ കോഴിക്കോട് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് മാറ്റിയത്. പക്ഷേ ഈ KSRTC ആസ്ഥാനത്ത് നിന്നൊരു അനുമതി ലഭിക്കാത്തത് കാരണം ഈ ബസ് ഇപ്പോഴും, അതായത് ഒരു മാസത്തിലധികമായി ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ്. ആഡംബര ബസ്സാണ്, നമുക്കറിയാം. ഇത് കാണാൻ വേണ്ടി ആളുകൾ ഒഴുകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ അറ്റകുറ്റപ്പണിക്ക് എത്തിയവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഗോകുലുണ്ട് നമ്മോടൊപ്പം. ഗോകുൽ, അറ്റകുറ്റപ്പണി എന്തായിരുന്നു ഈ ബസ്സിന് വേണ്ടിയിരുന്നത്? ഈ കട്ടപ്പുറത്ത് കയറ്റിയിട്ടതിന് ശേഷം തിരിഞ്ഞു നോക്കാനിടയാത്തൊരു സാഹചര്യം. നമുക്കറിയാം സർക്കാരിൽ പൈസയൊന്നുമില്ല, ഇതിപ്പോൾ KSRTC ഒട്ടുമില്ല. പക്ഷേ എങ്കിലും ഇത് അനുമതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് കണ്ടതുകൊണ്ട് അതാരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി അങ്ങ് മാറ്റിയിട്ട് ഒതുക്കിയതാണോ? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മെയ് 5-നായിരുന്നു നവകേരള ബസ് ഈ രീതിയിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്ക് സർവീസ് ആരംഭിച്ചത്. എന്നാൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ ഒരാഴ്ചയിൽ വലിയ രീതിയിലുള്ള സ്വീകരണവും ഈ ടിക്കറ്റൊക്കെ ഫുള്ളായി വിറ്റ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ബസ് നഷ്ടത്തിലായിരുന്നു ഓടിയിരുന്നത് എന്നതിന് യാതൊരു തർക്കമില്ല. വിവിധ തരത്തിൽ ഇത് വിവാദമായിരുന്നു, വാർത്തകളായിരുന്നു. അതിനിടയ്ക്ക് ഈ ഇപ്പോൾ ജൂലൈ 21-നാണ് ബസ് കയറ്റിയിട്ടത്. അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന്റെ പ്രത്യേകതകളായി പറഞ്ഞിരുന്നത് ഇതിൽ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. അത് മാറ്റി അവിടെ കൂടി സീറ്റ് ഫിറ്റ് ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ച് അതിനായിട്ടായിരുന്നു ഇത് കോഴിക്കോടുള്ള റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചുള്ള പൊടി പിടിച്ച് കിടക്കുകയാണ്. നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ എങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നോ അതുപോലെ തന്നെ പൊടി പിടിച്ച് കിടക്കുകയാണ് നവകേരള സദസ്സിനായിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സഞ്ചരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 25 സീറ്റാണ് ഈ ബസ്സിലുള്ളത്. 25 സീറ്റ് രാവിലെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് 11:30 ബാംഗ്ലൂരിലെത്തുന്നു. ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് 10:05 കോഴിക്കോട് എത്തുന്നു. അങ്ങനെ ഒരു ദിവസം 2 സർവീസ്, 25-ഉം 25-ഉം 50 സീറ്റ് ഫുള്ളായാൽ തന്നെ 60,000-ഓളം രൂപയിൽ അധികം വരും. ഈ ബസ് ഒരു ദിവസം സർവീസ് നടത്തണമെങ്കിൽ 42,000-ഓളം രൂപ, 32,000-ഓളം രൂപ ചിലവാണ് വരുന്നത്. ഈ ഷീറ്റിൽ മുഴുവൻ ഫില്ലായി സർവീസ് നടത്തിയാൽ മാത്രമേ ഈ ബസ് ലാഭത്തിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ബസ് സർവീസ് നിർത്തുന്നതിന്, അതായത് നമ്മുടെ ഈ റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 5, 6, 7, 8 തുടങ്ങിയ ആളുകൾ അത്രത്തോളം മാത്രമേ ഈ സീറ്റ് ഫില്ലാവുന്നുള്ളൂ. ആ രീതിയിലായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അതായത് ഈ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തുക മാത്രമല്ല, അതിന്റെ പകുതി തുക പോലും നവകേരള സദസ്സിന്റെ സർവീസിൽ നിന്ന് KSRTCക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ്. ഏതായാലും ഇതൊക്കെ നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അതിനെ ചുമക്കുക തന്നെ. ശരിയായ ബ്രൗൺ ആണ് അല്ലേ? അതെ. ഓക്കെ, എന്തായാലും ഇനി 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമുക്ക് പുത്തൻപുലരി സമാപിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സമയം കഴിയാനായി എങ്കിൽ മാത്രമേ 9 മണിക്ക് ലൈവ് റിപ്പോർട്ട്. ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടില്ല. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്നെല്ലാം വാർത്തകൾ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട കൂടി ധാരാളം കമന്റ്. ഇനി 9 മണി മുതൽ അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട വാർത്തകളൊന്നും സിനിമാ മേഖലയിൽ ലൈംഗിക ആരോപണം അന്വേഷിക്കാനുള്ള സംഘത്തിന്റെ ആദ്യ യോഗം എന്ന് നടക്കും. മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം പഠിക്കാൻ ICMR പ്രതിനിധി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഒപ്പം ഈ ഓണച്ചിലവുകൾക്ക് 5000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി കാണുന്നുണ്ട് മുഖ്യമന്ത്രി. കൊച്ചിയിലാണെങ്കിൽ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മിനു മുനീർ ഇന്ന് അന്വേഷണ സംഘത്തിന് പരാതി നൽകുന്നത് ഇമെയിലായിട്ടായിരിക്കുമെന്ന് അറിയുന്നു. സിദ്ദിഖ് ഇന്ന് കൊച്ചിയിൽ തിരികെ എത്തും. സിനിമാ രംഗത്തുള്ള കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഇനി കോഴിക്കോട് കേന്ദ്രീകരിച്ചാണെങ്കിൽ നമുക്കറിയാം വിലങ്ങാട് ഇന്നലെ രാത്രി കനത്ത മഴയാണ് പെയ്തത്. ഇപ്പോഴും മഴ ഒരല്പം ശമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കവിടെ പ്രശ്നബാധിത മേഖലയെ തന്നെ കാണേണ്ടി വരും. വയനാട് മേപ്പാടിയിൽ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. പാലക്കാട് നെന്മാറയിൽ 17-കാരനെ പോലീസ് മർദ്ദിച്ച ഒരു സംഭവമുണ്ട്. ഇതിൽ വിശദീകരണവുമായി പോലീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ അതിൽ എന്താണ് അപ്ഡേറ്റ്സ് വരിക എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഡൽഹിയിലാണെങ്കിൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധമുണ്ട്. അവിടെ നിന്ന് എന്ത് വരുന്നു എന്നറിയണം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വിരുദ്ധ കലാപം തുടരുകയാണ്. എന്താണ് ഇനി അവിടെ നിന്നുള്ള വാർത്തകളെന്ന് കൂടി ഈ ദിവസം നമ്മൾ നിശ്ചയമായും നോക്കും. വയനാട് പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കുമെന്ന വാർത്ത കൂടി ഉണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. അപ്രതീക്ഷിതമായി മറ്റു പല വാർത്തകളും കൂടി ഉണ്ടായേക്കാം. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്തേ. നമസ്തേ.